السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ച് തഖ്വയോടെ മുന്നോട്ട് പോകാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ റബ്ബിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ പ്രതീക്ഷ വളരെ വലുതാണ്. റബ്ബിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥനയും അവൻ്റെ റഹ്മത്തും സക്കീനത്തും അവൻ്റെ മഹബ്ബത്തും അവൻ്റെ മഹനീയമായ സഭയിൽ വെച്ച് മലായികത്തിനെ വിളിച്ചുകൊണ്ടുള്ള നമുക്ക് നമ്മെക്കുറിച്ചുള്ള പ്രശംസയും തുടങ്ങി അവൻ്റെ മഗ്ഫിറത്തും മർഹമത്തും അവൻ്റെ സാമീപ്യവും എല്ലാം ഈ ഇരുത്തം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ എന്തെല്ലാം മഹത്വങ്ങൾ അവൻ്റെ ഭവനത്തിലിരുന്ന് ഒരു വചനം പഠിക്കുന്ന മുതൽക്ക് അവനെ സ്മരിക്കുന്ന മുതൽക്ക് ദീനിയായ വിദ്യാഭ്യാസത്തിന് വെച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ചെറുപ്പം മുതൽക്ക് അനുകരണ സ്വഭാവം മനുഷ്യരിൽ ഊട്ടപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ ചെറുപ്രായങ്ങൾ എന്ന് പറയുന്നത് മോഡലിംഗ് സ്റ്റേജാണ്. കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാലം. അപ്പൊ നമ്മൾ വിചാരിക്കും ആ ചെറുപ്പത്തിൽ മാത്രമാണ് ആ സ്വഭാവം. അല്ല, കൗമാരക്കാർ എന്തുകൊണ്ട് ലഹരിയിലേക്ക് പോകുന്നു എന്ന വലിയൊരു ചർച്ച സൂംബയുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. അന്ന് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് കുട്ടികൾ അവരുടെ മെന്റൽ ഫ്രസ്ട്രേഷൻ കൊണ്ടല്ല ലഹരി ഉപയോഗിക്കുന്നത്, മറിച്ച് മറ്റുള്ളവർ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി, താൽക്കാലിക സുഖത്തിന് വേണ്ടി, ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാൻ വേണ്ടി, പിയർ പ്രഷറിന് വേണ്ടി, തൻ്റെ കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് അവരെ അനുകരിച്ചുകൊണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്.
ഇനി അതിൻ്റെ ആ ഒരു അഡോളസൻസ് ഏജ് കഴിഞ്ഞാലും യൗവനത്തിലാണെങ്കിലും നമ്മൾ ഒരു കുടുംബനാഥ എങ്ങനെയാണെങ്കിലും ശരി മറ്റുള്ളവരെ അനുകരിക്കുക എന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. അപ്പൊ നമ്മളൊരു വീട് പണി നടക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ വീടുകളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യും അല്ലെ. ഒരാളൊരു വാഹനം എടുത്താൽ അതിനെ ചുറ്റിപ്പറ്റിയ ആളുകൾ ഉണ്ടാവും. അതുപോലത്തെ ഒരു വാഹനം എടുക്കാനുള്ള അല്ലെ. ഇപ്പൊ കല്യാണ വീടുകളിൽ പലതരത്തിലുള്ള തോന്നിവാസങ്ങൾ നടക്കുന്നു. എന്തിന്? അതാരും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എന്താണ് അതുകൊണ്ടൊരു ഗുണമുള്ളത്? ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടുമ്പോൾ, ഇങ്ങളെയെല്ലാം ഒരുപാട് കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ എന്താണ് അതുകൊണ്ടൊരു ബെനിഫിറ്റ്? ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്താണ് ഗുണം? അവിടെ ഒരുമിച്ച് കൂടിയ കുടുംബത്തിന് എന്താണ് ഗുണം? സാമ്പത്തികമായിട്ട് എന്താണ് ഗുണം? മതപരമായിട്ട് എന്താണ് ഗുണം? ഇതൊന്നും ആരും ചിന്തിക്കാറില്ല. പിന്നെ എന്താണ്? ഇമിറ്റേറ്റ് ചെയ്യാൻ. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കണ്ടു, നമുക്കത് വേണം. ഏതൊരു സംഗതി വന്നാലും അതിനെ എങ്ങനെ ആഘോഷിക്കണം. ഒരു മദേഴ്സ് ഡേ വന്നു, അപ്പോൾ മദേഴ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം? അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് പോലെ നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം അല്ലെ. ടീച്ചേഴ്സ് ഡേ വന്നാൽ അവിടെ സോഷ്യൽ മീഡിയയിൽ കണ്ടതുപോലെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്വഭാവം മരിക്കോളം നമ്മുടെ ഉള്ളിലുണ്ടാവും, മറ്റുള്ളവരെ അനുകരിക്കുക എന്നുള്ളത്. പക്ഷെ വിശ്വസിച്ച് നമുക്ക് അനുകരിക്കാൻ പറ്റിയ ആരാണ് ഇവിടെ ഉള്ളത്? ഒരുപാട് കായിക താരങ്ങളെ ആരാധ്യ പുരുഷന്മാരായി കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കായിക രംഗത്ത് അവർ മാസ്മരികത തീർക്കുന്നുണ്ടാകാം. പക്ഷെ അവരുടെ സാമ്പത്തിക രംഗം, അവരുടെ ദാമ്പത്യ ജീവിതം, അവരുടെ സാമൂഹിക ജീവിതം, അവരുടെ മൊത്തത്തിലുള്ള ഇടപെടലുകൾ, വർഷങ്ങളായി ഫലസ്തീനികൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ കാമ അക്ഷരം മിണ്ടുന്നില്ലെന്ന് മാത്രമല്ല, അവരെ ആക്രമിക്കുന്നവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് പലരും. അപ്പോൾ അവരുടെ കായിക രംഗത്തവർ മികവുള്ളവരാണെങ്കിലും അവിടെ മറ്റുള്ള വിഷയത്തിൽ നമുക്ക് അവരെ അനുകരിക്കാൻ പറ്റില്ല. പല താരങ്ങളെയും ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ടുപോയ ആളുകൾ താരലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങളും അവർക്കിടയിലുള്ള സെക്സ്, ഡ്രഗ്സ്, റാക്കറ്റുകളും അതിൽ നടന്ന പഠനങ്ങളും അതുപോലെ തന്നെയുള്ള ഒരുപാട് അറസ്റ്റുകളും ഒരുപാട് മനുഷ്യന്മാർ നെഞ്ചേറ്റുന്ന മഹാമനുഷ്യന്മാരുടെ അഭിമാനമാണ് അവിടെയൊക്കെ തകർക്കപ്പെട്ടത്. അപ്പോൾ ആരെ നമ്മൾ അനുകരിക്കും? അങ്ങനെ അനുകരണീയമായ ഏതൊരാളാണ് ഇവിടെ ഉള്ളത്? അങ്ങനെയുള്ള ഒരാൾക്ക് ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? ഒരു നാട്ടുകാർ കൊടുത്താൽ മതിയോ? ഒരു രാഷ്ട്രം കൊടുത്താൽ മതിയോ? ആരാണ് ഒരു നല്ല മനുഷ്യന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്? അവിടെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ ശ്രദ്ധേയനാകുന്നത്. മക്കക്കാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് അവർ പലതരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞിരുന്നു. മുഹമ്മദ് ഭ്രാന്തനാണ്, സാഹിറാണ്, അവന് എന്തോ പൈശാചിക ബാധയേറ്റതാണ്, എവിടെ നിന്നോ കെട്ടുകഥകൾ എഴുന്നള്ളിച്ചതാണ്, അവൻ കവിയാണ്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അവർ പരസ്പര വൈരുദ്ധ്യമുള്ള പല വാദങ്ങളും. ഇതൊക്കെ പറയുന്നതോടൊപ്പം ഭ്രാന്തനാണെങ്കിൽ പിന്നെ നമ്മുടെ നാട് പിടിച്ചെടുക്കാനാണ് എന്ന് പറയുന്ന അർത്ഥമല്ലല്ലോ. പക്ഷെ അവരതും പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കാനാണ് അവരതും പറഞ്ഞു. അങ്ങനെ പരസ്പര വൈരുദ്ധ്യമായ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്ന കൂട്ടത്തിൽ അവർ പറഞ്ഞു, മാലിഹാദർ റസൂൽ, ഇതെന്ത് ദൂതനാണ്, ഇതെന്ത് റസൂലാണ്, യഅകുലു തുആം വയംശി ബിൽ അസ്വാഖ്, ഭക്ഷണം കഴിക്കുന്നു, വഴിയിലൂടെ നടക്കുന്നു, ഒരു മനുഷ്യനെയാണോ ഞങ്ങൾക്ക് പ്രവാചകനായി നിയോഗിച്ചത് എന്ന് അവർ ചോദിക്കാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടി പറയുന്നുണ്ട്. അല്ലാഹു യസ്തഫി മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ്, അല്ലാഹു മലക്കുകളിൽ നിന്ന് ദൂതന്മാരെ തിരഞ്ഞെടുക്കുന്നു, വമിനൻ നാസ്, മനുഷ്യരെയും. കാരണം അല്ലാഹ് കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്, അവനെല്ലാം അറിയുന്നവനാണ്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, നിങ്ങളുടെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതും എല്ലാം അറിയുന്ന, കാണുന്ന, കേൾക്കുന്ന, എല്ലാം ആരിലേക്കാണോ മടങ്ങുന്നത് അവനാണ് അല്ലാഹ്. ആ അല്ലാഹ്ക്ക് അറിയാം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെയാണ് പ്രവാചകനായി അയക്കേണ്ടത്. പ്രവാചകന്മാരെ അയച്ചില്ലായിരുന്നെങ്കിൽ ആളുകൾ എന്തു പറയും? ഞങ്ങൾക്കൊരു നബിനെ അയച്ചുകൂടായിരുന്നു, എന്നാൽ ഞങ്ങൾക്ക് ശരിയായ വഴി കാണാമായിരുന്നല്ലോ, ഞങ്ങൾക്ക് വിശ്വാസവും സ്വഭാവവും ആചാര രംഗത്തൊക്കെ ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഒരു റോൾ മോഡലിനെ വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അനുകരിക്കാമായിരുന്നല്ലോ എന്നാണ് നബിമാരെ അയച്ചില്ലെങ്കിൽ അവർ പറയാം. നബിനെ അയച്ചത് കൊണ്ടോ? നബിനെ അയച്ചപ്പോ അവരെന്താ പറയണത്? ഞങ്ങളിലേക്കൊരു മനുഷ്യനെയാണോ നബിയായി അയച്ചത്? ഞങ്ങളിലേക്കൊരു മലക്കിനെ നബിയായി അയച്ചുകൂടായിരുന്നോ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല
കൃത്യമായിട്ട് മറുപടി. അള്ളാഹ്ക്ക് വേണമെങ്കിൽ മലക്കിനെ അയക്കാൻ പറ്റും. പക്ഷെ മലക്കിനെ അയച്ചാൽ ആൾക്കാർ എന്താ പറയാ? ഞങ്ങൾ മനുഷ്യന്മാരല്ലേ, മലക്കിന് ഇപ്പൊ എന്തും പറ്റും. ഭക്ഷണമില്ല, വെള്ളം വേണ്ട, കുടുംബം വേണ്ട, വികാരങ്ങളില്ല, ബുദ്ധിയുണ്ട് പക്ഷെ ശഹ്വത്തില്ല. മനുഷ്യന് ബുദ്ധിയുണ്ട്, ശഹ്വത്തുണ്ട്. ആനിമൽ ആകട്ടെ, മൃഗങ്ങൾക്ക് ബുദ്ധിയില്ല, ശഹ്വത്തുണ്ട്. ശഹ്വത്ത് ദേഹേച്ഛ, ഇഷ്ടങ്ങള്, ആഗ്രഹങ്ങള്. ജന്തുക്കൾക്ക് ആഗ്രഹങ്ങളുണ്ട്, ഭക്ഷണത്തോട്, സന്താനോൽപാദനത്തോട്, ശാരീരിക ബന്ധത്തോട്, ഇതിനോടൊക്കെ തേട്ടുണ്ട്. ആർക്ക്? ജന്തുക്കൾക്ക്. പക്ഷെ അവർക്ക് ബുദ്ധിയില്ല. എന്നാൽ മലക്കുകൾക്ക് ബുദ്ധിയുണ്ട്, ഇത്തരം തേട്ടങ്ങളൊന്നുമില്ല. എന്നാൽ മനുഷ്യന്മാർക്ക് ബുദ്ധിയുണ്ട്, ഈ തേട്ടങ്ങളുണ്ട്. ഇത് ജന്തുക്കളിലും മലക്കിലും പെടാത്ത മനുഷ്യനിലേക്ക് ആരെയാണ് അയക്കേണ്ടത്? അള്ളാഹ്ക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനായ, ജിന്നല്ലാത്ത, മലക്കല്ലാത്ത മനുഷ്യനെ അള്ളാഹു ദൂതനായി അയച്ചു. ഇന്നമാ അന ബശറും മിസ്ലുകും യുഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹു വാഹിദ്. ഇതാ ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ്. അന ബശറുൻ മിസ്ലുകും, നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ് ഞാൻ. പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യനാണോ നബി? ഒരിക്കലും അല്ല. യൂഹാ ഇലയ്യ, എനിക്ക് വഹീ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നബിക്ക് വഹീ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിന്, ഉമിനീരിന് ഒക്കെ ബർക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ ഇസ്മത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രദേശത്തേക്ക് ഇറങ്ങുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പേ ശത്രുക്കളുടെ ഉള്ളിൽ അള്ളാഹു റുഅബ്, ഭയമിട്ട് കൊടുക്കുന്നു. അസാധാരണമായ കുറെ സംഗതികൾ അള്ളാഹു നബിയിലൂടെ പ്രകടമാക്കുന്നുണ്ട്. ആ വ്യത്യാസം നബിക്കുണ്ട്. മനസ്സിലായില്ലേ? അഷ്റഫുൽ ഖൽഖാണ്, റഹ്മത്തുല്ലിൽ ആലമീനാണ്, ലോകം മുഴുവൻ ഫോളോ ചെയ്യേണ്ട നേതാവാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. പക്ഷെ പ്രവാചകൻ ആരാണ്? മനുഷ്യനാണ്. ദാഹമുള്ള, വിശപ്പുള്ള, ക്ഷീണമുള്ള, രോഗമുണ്ടാകുന്ന, ഇണകളോട് താല്പര്യമുള്ള, സന്താനത്തോട് സ്നേഹവും വാത്സല്യവുമുള്ള മനുഷ്യന്റെ എല്ലാ പ്രകൃതവും പ്രകടമാക്കിയ ഒരാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു മനുഷ്യൻ, ആ ഒരു മനുഷ്യനാണ് നമുക്കിവിടെ ഫോളോ ചെയ്യാൻ പറ്റിയത്. ഇവിടെയും പരലോകത്തും നമുക്ക് നിരാശപ്പെടാതെ ഫോളോ ചെയ്യാൻ പറ്റിയ മാതൃകയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഛേ, ഞാൻ നബിയെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞാൻ നബിയെ അനുസരിച്ച് പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ആരും പരലോകത്ത് കരയൂല. എന്നാ പരലോകത്ത് എന്താ പറയാ? യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. പടച്ചോനെ, ഞാൻ അവനെ ഫോളോ ചെയ്യാതിരുന്ന നന്നായിരുന്നേനെ. യാ ലൈതനി ഇത്തഖത്തു മഅർ റസൂലി സബീലാ. ഞാൻ നബിയുടെ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന പരലോകത്ത് പറയാം. നബിന്റെ മാർഗം സ്വീകരിച്ചത് കൊണ്ട് ആർക്കും വിഷമം ഉണ്ടാവില്ല പരലോകത്ത്, അവർക്ക് അഭിമാനം ഉണ്ടാവുള്ളൂ. എന്നാൽ നബിയുടെ മാർഗമല്ലാത്ത മാർഗം സ്വീകരിച്ചവർക്ക് പരലോകത്ത് നഖം കടിക്കേണ്ടി വരും. കൈ കടിച്ചിട്ടവർ പറയും, നബിയുടെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചാൽ മതിയായിരുന്നു. അപ്പൊ നമ്മുടെ മുമ്പിൽ എല്ലാ രംഗത്തും, ജീവിതത്തിന്റെ മുഴുമുക്കു മേഖലയിലും ഏതെങ്കിലും ഒരു രംഗത്ത് ഒരു മൈന്യൂട്ട് കുറവുകൾ ഉണ്ടെന്ന് പോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത പെർഫെക്റ്റ് ആയ പേഴ്സൺ, അതാണ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്നൊക്കെ ചരിത്രകാരന്മാർ പറഞ്ഞത്. മനസ്സിലായില്ലേ? അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്ക് ഛേ, റസൂലുള്ള അങ്ങനെ ചെയ്തു പോയല്ലോ, റസൂലുള്ള ഇങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന് തെറ്റിദ്ധരിക്കുന്നവനാണ് യഥാർത്ഥ വിവരദോഷി. കാരണം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ചോനാണ് പറഞ്ഞത് എന്ത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ട്. ആരാ പറഞ്ഞ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. മനസ്സിലായി? ഞാൻ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു, നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക അല്ല, അല്ലാഹു പറഞ്ഞു. ഏതെങ്കിലും ഒരു മനുഷ്യനല്ല, ഏതെങ്കിലും ഒരു ഹീറോ അല്ല, ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ അല്ല, മറിച്ച് പറഞ്ഞത് അല്ലാഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പിൻപറ്റണം. ആര് പിൻപറ്റണം? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറാ. അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന, പടച്ചവനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, റബ്ബിന്റെ പ്രതിഫലം കൊതിക്കുന്ന, പരലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാര് ഒരു നബിനെ പിൻപറ്റിക്കൊള്ളട്ടെ. ഇപ്പൊ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യവും കുടികൊള്ളുന്നത് റസൂലിന്റെ സുന്നത്തിലാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അസ്സുന്നത്തു സഫീനത്തു നൂഹിൻ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറയുന്നത് നൂഹ് നബിയുടെ കപ്പലാണ്. ഫമൻ റകിബഹാ നജാ. ആർ ആ കപ്പലിൽ പ്രവേശിച്ചോ അവൻ വിജയിക്കും. ആർ അതിൽ നിന്ന് മാറി നിൽക്കുന്നുവോ അവൻ മുക്കി നശിപ്പിക്കപ്പെടും. മനസ്സിലായില്ലേ? നൂഹ് നബിന്റെ കാലത്ത് പ്രളയം ഉണ്ടായി. അന്ന് രക്ഷപ്പെട്ടവർ ആ കപ്പലിലുള്ളവർ മാത്രമാണ്. അല്ലേ? മകനെ വിളിച്ചു, മോനെ ഇർകബ് മഅനാ, നീ ഈ വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടോ. മകൻ പറഞ്ഞു, ഞാൻ ഏതെങ്കിലുമൊക്കെ മലമുകളിൽ കയറി രക്ഷപ്പെട്ടോളാം. പൊന്നുമോനെ, ഇന്നത്തെ ദിവസം അള്ളാന്റെ അദാബിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല, അതുകൊണ്ട് നീ ഈ വാഹനത്തിൽ കയറണം എന്ന് പറഞ്ഞപ്പോ കയറാതെ പോയി. അവൻ മുങ്ങി മരിച്ചു. അല്ലേ? അന്ന് കപ്പലിൽ രക്ഷപ്പെട്ടവർ മാത്രാണ് പിന്നെ ഇവിടെ ബാക്കിയായത്. അല്ലെ? ഇനി നമ്മുടെ മുമ്പിൽ ഒരു കപ്പലുണ്ട്, നൂഹ് നബിയുടെ കപ്പൽ. അന്ന് നൂഹ് നബിയുടെ കപ്പലിൽ കയറാൻ മടിച്ചോലൊക്കെ നശിച്ചുപോയി. അല്ലെ? ഇപ്പോ ആ നൂഹ് നബിയുടെ കപ്പൽ ഏതാ? അത് നബിയുടെ വഴിയാണ്. നബിയുടെ വഴി. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. എല്ലാവരും സ്വർഗ്ഗത്തിൽ പോകും, വിസമ്മതിച്ചവർ ഒഴികെ. സ്വഹാബത്ത് ചോദിച്ചു, നബി ആരാണ് വിസമ്മതിച്ചവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. ആർ എന്നെ അനുസരിച്ചുവോ അവർ സ്വർഗത്തിലാണ്, ആർ എന്നോട് അനുസരണക്കേട് കാണിച്ചുവോ അവർ വിസമ്മതിച്ചവരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അപ്പൊ അള്ളാഹ് നമ്മളോട് പറയാം, നിങ്ങൾക്കിതാ ഞാനൊരു മോഡലായിട്ട് ഒരാളെ വെച്ചിരിക്കുന്നു. അദ്ദേഹത്തെ കുറിച്ച് പഠിക്കണം, അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യണം. അന്ധമായി നാം അനുകരിക്കേണ്ട ആരെങ്കിലും ഈ ലോകത്തുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അന്ധമായി സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ഇത് നബിനോട് മാത്രം, വേറൊരാൾക്കും നേരെ അങ്ങനല്ല. അതാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് നബിയുടെ ഖബറിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞത്, യാതൊരാളുടെയും വാക്കിൽ തള്ളാനുള്ളതുണ്ടാകും, കൊള്ളാനുള്ളതുണ്ടാകും. യാനി സ്വീകരിക്കാനുള്ള ഉണ്ടാവും, ഒഴിവാക്കാനുള്ള ഉണ്ടാവും. ഏത് മനുഷ്യന്റെ വാക്കിനും. ഇല്ലാ സ്വാഹിബ ഹാദൽ ഖബർ, ഈ ഖബറാളിയുടേതൊഴികെ. ഈ ഖബറാളിയുടെ വാക്ക് മുഴുവൻ സ്വീകരിക്കാനുള്ളതാണ്, ഒന്നും നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അന്ധമായി ഫോളോ ചെയ്യേണ്ട വ്യക്തി അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കുറിച്ച് പറയേണ്ട, അദ്ദേഹത്തിന് ചൊരങ്ങ ഇഷ്ടായിരുന്നില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരിക്കൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോ റസൂലുള്ളാഹ് കറിയിൽ നിന്ന് ചൊരങ്ങ പെറുക്കിയെടുത്ത് കഴിക്കണം അദ്ദേഹം ശ്രദ്ധിച്ചു. ചൊരങ്ങ അറിയാലോ, കറിയിൽ നിന്ന് വെജിറ്റബിൾ പെറുക്കിയെടുത്ത് കഴിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് മുതൽക്ക് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചരങ്ങ ഇഷ്ടത്തോടെ കഴിക്കാൻ തുടങ്ങി. കാരണം നബിക്ക് ഇഷ്ടമുള്ള ഫുഡാണെന്ന് മനസ്സിലാക്കിയപ്പോ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാത്രാമധ്യേ ഒരു സ്ഥലത്ത് ഇറങ്ങി ഒരു കല്ലിന്റെ മുകളിൽ കയറിയിട്ട് അവിടെ ഇരുന്നു. എന്നിട്ട് പിന്നെയും വാഹനത്ത് കയറിപ്പോയി. കൂടുതൽ ആൾക്കാർ ചോദിച്ചു, എന്തപ്പോ ചെയ്ത്? ഒന്നുമില്ല, നബി ഇതിലെ പോകുമ്പോ ഇവിടെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. അതായത് ദീനീയായ കാര്യങ്ങൾ ഒന്നുപോലും വിടാതെ ഫോളോ ചെയ്ത സഹാബത്ത് ദീനല്ലാത്ത കാര്യങ്ങൾ പോലും നബിയോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, സുഹൃത്തുക്കളെ, അതുല്യനായ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. എന്തുകൊണ്ട് നബിയുടെ മാതൃക പിൻപറ്റണം? ഒന്ന്, നബിയുടെ ജീവിതം സമ്പൂർണമാണ്, കുറവുകളില്ലാത്ത ജീവിതമാണ്. രണ്ട്, അള്ളാഹ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു എന്ത്? നബിയുടെ മാർഗം സ്വീകരിക്കാൻ. മൂന്ന്, ആ മാർഗം സ്വീകരിച്ചില്ലെങ്കിലോ നമുക്ക് അപകടമുണ്ടാകുമെന്ന് താക്കീത് നൽകുന്നു. സൂറത്ത് നൂറിന്റെ 63-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ ജാഗ്രത കൈക്കൊള്ളുക. എന്തിന്? അൻ തുസീബഹും ഫിത്ന, നിങ്ങളെ പരീക്ഷണം പിടികൂടുന്ന നിങ്ങൾ സൂക്ഷിക്കുക. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ ഒരു ശിക്ഷ നിങ്ങളെ ബാധിക്കുന്നതിന് നിങ്ങൾ കരുതിയിരിക്കുക എന്ന് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എന്തിന്? നബിന്റെ മാർഗത്തെ അവഗണിച്ച് കളഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ട് നബിയുടെ മാർഗം സ്വീകരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമല്ലാത്ത മാർഗം സ്വീകരിച്ചാൽ ഫിത്നയും അദാബും ഇറങ്ങും എന്നുള്ളത്. ലോകത്ത് ഇസ്മത്തുള്ളൊരു വ്യക്തി അത് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
അതായത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട പാപസുരക്ഷിതനായ ആള്. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞത് അനുകരിക്കാൻ ഏറ്റവും ബെസ്റ്റ് മരിച്ച ആൾക്കാരെയാണ്. കാരണം ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് മാറ്റം സംഭവിക്കും അല്ലേ? ഒരാൾ ഒരു കാലത്ത് ഒരു പാർട്ടിയിലായിരുന്നു, അടുത്ത ഇലക്ഷനിൽ വേറെ പാർട്ടി, പിന്നത്തെ ഇലക്ഷനിൽ വേറെ പാർട്ടി. മൂപ്പരെ കൂടെ പോയ ആൾക്കാരുടെ അവസ്ഥ എന്തേകാരം? അപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്ക് എന്ത് ട്രാൻസ്ഫോർമേഷനും സംഭവിക്കാം, എന്ത് മാറ്റവും സംഭവിക്കാം. എന്നാൽ മരിച്ചുപോയ ആൾക്കാർക്കോ മാറ്റം സംഭവിക്കില്ല, കാരണം അതെല്ലാം കഴിഞ്ഞു. മനസ്സിലായി? അതുകൊണ്ട് തന്നെ പിൻപറ്റുന്ന ആൾക്കാർക്ക് പിൻപറ്റാൻ ഏറ്റവും നല്ലത് നബിയും സ്വഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ ജീവിതമാണ്. ആ ജീവിതം പിൻപറ്റാൻ കാരണം, നബിയുടെ മാർഗം പിൻപറ്റണം എന്ന് പറയാൻ കാരണം, നബിക്ക് മാത്രമേ ഇസ്മത്തുള്ളൂ, പാപ സുരക്ഷിതത്വമുള്ളൂ, വേറെ ആർക്കും ഇല്ല. മനസ്സിലായില്ലേ? എല്ലാവരുടെയും കൂടെ ഒരു പിശാചുണ്ട്. മലക്കിൽപ്പെട്ട ഒരു കരീനും പിശാചിൽപ്പെട്ട ജിന്നിൽപ്പെട്ട ഒരു കരീനുമുണ്ട്. ആ മലക്കിൽപ്പെട്ട കരീന് നമുക്ക് നന്മക്കുള്ള പ്രചോദനങ്ങൾ നൽകും, നമുക്ക് സുരക്ഷിതത്വം നൽകും. എന്നാൽ ജിന്നിൽപ്പെട്ട കരീന് നമ്മെ തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. സ്വഹാബത്ത് ചോദിച്ചു, റസൂലെ നിങ്ങൾക്കോ? എനിക്കുമുണ്ട്, പക്ഷേ അയാളെ എനിക്ക് കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആരെ? ആ ശൈത്താനിൽപ്പെട്ട എന്റെ കരീനിനെ എനിക്ക് കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതായത് അയാൾ മുസ്ലിമാണെന്ന് അർത്ഥം. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു നിലക്കുള്ള ഉപദ്രവം അയാളിൽ നിന്ന് വരാനില്ല. മാനുഷികമായ ഒരുപാട് പ്രയാസങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാപ സുരക്ഷിതനാണ്. വിശുദ്ധ ഖുർആനിൽ അബസവത്തവല്ലയും യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക്, ഇങ്ങനെ നബിയെ തിരുത്തുന്ന ചില വചനങ്ങളുണ്ട്. അവിടെയൊക്കെ നബിക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ പറ്റില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് ഓടി വരുമ്പോ നബി മുഖം തിരിച്ചതും മുഖം കോട്ടിയതും അദ്ദേഹത്തെ ബാധിക്കില്ല, കാരണം അയാൾ ബ്ലൈൻഡ് ആണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അവഗണിക്കുക എന്ന അവസ്ഥയിലല്ല അത് ചെയ്തത്, മറിച്ച് താൻ മക്കയിലെ നേതാക്കന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവര് നന്നായി കഴിഞ്ഞാൽ വലിയ മാറ്റം ആ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് അറിയുന്നത് കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അന്ധനായ സഹാബിയിൽ നിന്ന് ഇവരിലേക്ക് ശ്രദ്ധ തിരിച്ചത്. പക്ഷെ അള്ളാഹ് തിരുത്തിയാൻ കാരണം നുബുവത്തിന്റെ മഖാമിന് യോജിച്ചതായില്ല എന്നതുകൊണ്ടാണ്. മനസ്സിലായി? നുബുവത്തിന്റെ മഖാമിന് യോജിച്ചതായില്ല. ആ കണ്ണ് കാണാത്ത സഹാബിയിൽ നിന്ന് മുഖം തിരിച്ചത് ശരിയായില്ല എന്ന നിലക്കാണ്, അതല്ലാതെ അതൊരു തെറ്റാണ് എന്ന നിലക്കല്ല. നുബുവത്തിന്റെ മഖാമിന് യോജിച്ചില്ല എന്നതുകൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് തേൻ കുടിച്ച് വന്നപ്പോ ഇനി ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞ ആ സംഗതിയും. അതൊക്കെ തെറ്റുപറ്റി നബിക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മത്തുള്ള വ്യക്തിയാണ്. അഞ്ചാമത്തെ കാരണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവൻ നമുക്ക് പാഠങ്ങളാണ്, മുഴുവനും പാഠങ്ങളാണ്. അവിടുന്ന് ദീനായിട്ട് ചെയ്തതൊക്കെ മുഴുവനും നമുക്ക് ഇബാദത്താണ്. എന്തുകൊണ്ട് നബിയുടെ ജീവിതം നമ്മൾ അനുകരിക്കണം? വിജയം ലഭിക്കാൻ, അള്ളാന്റെ സഹായം ലഭിക്കാൻ നാം റസൂലിന്റെ മാർഗം പിൻപറ്റുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. രണ്ട് കാര്യം കിട്ടാൻ, വിജയിക്കാനും അള്ളാന്റെ സഹായം കിട്ടാനും നബിയുടെ വാക്കും പ്രവൃത്തിയും അവിടുത്തെ ശീലങ്ങളും ചിട്ടവട്ടങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? പിൻപറ്റുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ ആളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുക എന്നതും നബിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചതുപോലെ ജീവിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. ഏത് രംഗത്താണ് ഒരാൾക്ക് മാതൃക ആവശ്യം, അവിടങ്ങളിലെല്ലാം മാതൃക കാണിച്ച വ്യക്തിത്വമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയും ഒരു പിതാവിന് മാതൃക, ഒരു മകന് മാതൃക, ഒരു ഭർത്താവിന് മാതൃക, അല്ലെ, ഒരു വല്ലിപ്പക്ക് മാതൃക, ഒരു നേതാവിന് മാതൃക, ഒരു അണിക്കുള്ള മാതൃക, അല്ലെ, അങ്ങനെ എന്തെല്ലാം രംഗം ഒരു മനുഷ്യൻ കൈകാര്യം ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. ഏറ്റവും പ്രധാനം ഒരു മനുഷ്യന് അള്ളാഹുമായുള്ള ബന്ധമാണ്, അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇറങ്ങുന്ന ആദ്യ നാളുകളിൽ വലിയ താല്പര്യത്തോടു കൂടെയാണ് ജിബ്രീലിനെ കേട്ടത്. ജിബ്രീൽ ഓതിക്കൊടുക്കുമ്പോൾ റസൂലുള്ളാഹ് ധൃതി പിടിച്ചോതുമായിരുന്നു. അപ്പോഴാണ് അള്ളാഹു നബിയോട് പറഞ്ഞത്, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആന
فإذا قرأناه فاتبع قرآنه ثم إن علينا بيانه. നബിയെ, താങ്കൾ അതിവേഗതയിൽ നാവ് ചലിപ്പിക്കണ്ട. താങ്കൾക്ക് ഞാൻ ഖുർആൻ ഹൃദിസ്ഥമാക്കി തരൂ. അതിന്റെ ബയാൻ, അതിന്റെ തഫ്സീർ, അതിന്റെ ശർഹ്, അതും ഞാൻ പഠിപ്പിച്ചു തരും. ചിലർക്കാർ പറയും ഖുർആൻ മതി, നമുക്ക് സുന്നത്ത് വേണ്ട. ഖുർആൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ഖുർആൻ എന്താണോ ഹലാലാക്കിയത് അത് നമുക്ക് ഹലാൽ, ഖുർആൻ എന്താണോ ഹറാമാക്കിയത് അത് നമുക്ക് ഹറാം, സുന്നത്തൊന്നും വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇവരെ കുറിച്ചൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടോ നബി പോയത്. ഈ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിനെ കുറിച്ചൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരിച്ചു പോയിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ മാത്രമല്ല അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തത്, പിന്നെയോ സുമ്മ ഇന്ന അലൈനാ ബയാന, ഖുർആനിന്റെ വിശദീകരണവും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യം ഇൽമ് നേടാനുള്ള, ഖുർആൻ ഹിഫ്ലാക്കാനുള്ള. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വല്ലപ്പോഴും വരും അള്ളാന്റെ കൽപ്പന പ്രകാരം. പക്ഷേ വഹി ഇറങ്ങുന്നത് നബിക്കും സ്വഹാബത്തിനും ഭയങ്കര ആശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ജിബ്രീൽ വന്നപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജിബ്രീൽ, ഇങ്ങനെ വല്ലപ്പോഴും വരുന്നത് മാറ്റിയിട്ട് ഇടക്കിടക്ക് വന്നൂടെ? ഈ ഇടവേള ഒന്ന് കുറച്ചിട്ട് ഇടക്കിടക്ക് ജിബ്രീൽ താങ്കൾക്ക് വന്നുകൂടെ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് ചോദിച്ചപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്. ജിബ്രീലിലൂടെ അല്ലാഹു നബിയെ ഓതി കേൾപ്പിച്ചു. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. മനസ്സിലായില്ല? അള്ളാന്റെ കൽപ്പന കിട്ടിയാൽ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ, ഇറങ്ങാൻ പറ്റൂല. ഇൽമ് പഠിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യം മനസ്സിലായില്ലേ? നബിയുടെ ആ ഒരു വ്യഗ്രത കണ്ടപ്പോഴാണ് അള്ളാഹ് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്ത്. നബിയെ, താങ്കൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഓതിത്തന്നതിന് ശേഷം താങ്കൾ കൂടെ ചൊല്ലുക, പടച്ചവനോട് പ്രാർത്ഥിക്ക, റബ്ബി സിദ്നി ഇൽമാ, പടച്ചവനെ ഇൽമ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുക. നബിയുടെ ആ ഒരു ഇൽമിനോടുള്ള ദാഹം, അത് അമലാക്കുന്നിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ബീവി പറയാണ്, നിസ്കരിച്ച് കാല് നീര് വെച്ചിരുന്നു റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ നബി ഇങ്ങനെ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചപ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാൻ നന്ദിയുള്ള ഒരു ദാസനാകണ്ടേ ആയിഷ. ആയിഷ ബീവിയോട് ചില സ്വഹാബത്ത് വന്നിട്ട് ചോദിക്കാം, നിങ്ങൾക്ക് നബിന്റെ കൂടെ ജീവിച്ചതിൽ അത്ഭുതമൂറിയ ഒരു സംഭവം എന്ന് പറയിച്ചു. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, ഒരിക്കൽ റസൂലുള്ള എന്റെ അടുക്ക വന്നു, അതെന്റെ ദിവസമായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആയിഷ ദരീനി, ആയിഷ ഇന്നത്തെ രാത്രിയിൽ അള്ളാനെ ആരാധിക്കാൻ വേണ്ടി നീ എന്നെ വിടണം. ആയിഷ ബി പറഞ്ഞു, നബിയെ, നിങ്ങളുടെ സാന്നിധ്യം ഞാൻ അടങ്ങാതെ ആഗ്രഹിക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാസത്തിൽ നിശ്ചയിച്ച ദിവസേ കിട്ടുള്ളൂ. ആ കിട്ടുന്ന ദിവസം എന്തായാലും വിട്ടുകൊടുക്കാൻ ആരും തയ്യാറാവില്ല. അത്രയും ആഗ്രഹിച്ച് കാത്തു നിൽക്കുന്ന ദിവസമാണ്. പക്ഷേ നിങ്ങൾക്ക് എന്താണോ സന്തോഷം, അതാണ് എന്റെ സന്തോഷം. അപ്പൊ സമ്മതം കിട്ടി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂഎടുത്ത് നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കാരം ആരംഭിച്ചതും റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പ്രവാചകന്റെ താടിരോമങ്ങൾ നനഞ്ഞു കുതിർന്നു. സുജൂദ് കിടക്കുന്ന പായ, അവിടെ കണ്ണുനീര് നനഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മടിത്തട്ടുകളും വസ്ത്രവും ഒക്കെ കണ്ണുനീരായി. സുബ്ഹ് വരേക്കും റസൂലുള്ളാഹി ഖുർആൻ ഓതി നമസ്കരിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. ബാങ്ക് വിളിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരച്ചിൽ കാണുകയാണ്. അദ്ദേഹം ബിലാൽ റളിയല്ലാഹു അൻഹു നബിയോട് ചെന്നിട്ട് ചോദിച്ചു, നബിയെ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ട റസൂലേ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാൽ, അഫനാ അകൂന അബ്ദൻ ശകൂറ, ബിലാലെ, ഞാൻ നന്ദിയുള്ളൊരു ദാസനാകേണ്ടതില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാണെങ്കിൽ നമ്മൾ ഉറങ്ങിയ ബെഡ്, അങ്ങനെ ബെഡിൽ നബി ഉറങ്ങിയിട്ടില്ല. നമ്മൾ കഴിച്ച ഫുഡ് നബി കഴിച്ചിട്ടില്ല. നമ്മൾ അനുഭവിച്ച സ്വാതന്ത്ര്യം നബി അനുഭവിച്ചിട്ടില്ല. നമ്മൾ സഞ്ചരിച്ച വാഹനം നബി യാത്ര ചെയ്തിട്ടില്ല. ഒരുപാട് പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയ റസൂലുള്ളാഹ് ചോദിക്കുകയാണ്, അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാൻ നന്ദിയുള്ളൊരു ദാസനാകണ്ടേ? എന്നിട്ട് പ്രവാചകൻ പറയാണ്, രാത്രിയിൽ എനിക്ക് 2 ആയത്തുകൾ ഇറങ്ങി. ആ ആയത്തുകൾ
അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഓതിപ്പോകുന്ന മുഴുവൻ ആളുകൾക്കും നാശം. ഏതാണ് ആയത്ത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാപ്പകലുകളുടെ ഗതിവിഗതികളിൽ ചിന്തിക്കുന്നവർക്ക് പാഠമാണ്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അല്ലാഹനെ സ്മരിക്കുന്ന ആൾക്കാർ. അവർ പറയും, പടച്ചോനെ നീ ഇതൊന്നും വെറുതെ ഉണ്ടാക്കിയതല്ലല്ലോ റബ്ബേ എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ രണ്ട് ആയത്തുകളാണ് എന്നെ കരയിപ്പിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ ഭക്തിയുള്ള ആളായിരുന്നു. തന്റെ വിരിപ്പിൽ നിന്നൊരു ഈത്തപ്പഴം കിട്ടിയിട്ട് റസൂലുള്ള അതെടുത്തിട്ട് പറഞ്ഞ വാക്ക്, ലൗലാ അന്നി യഖാഫു അൻ തകൂന മിനസ് സദഖതി ലഅകൽതുഹാ. ഈ ഈത്തപ്പഴം സകാത്തിൻ്റെതാകുമോ എന്ന് ഞാൻ ഭയന്നില്ലായിരുന്നെങ്കിൽ ഞാനിത് കഴിക്കുമായിരുന്നു. ഇത് സകാത്തിന്റെ മുതലാണെങ്കിൽ എനിക്ക് പറ്റൂലല്ലോ. തഖ്വയുടെ ഏറ്റവും അഅ്ലാ ദറജയാണത്. അഅ്ലാ ദറജ ഏത്? അല്ലാഹു അനുവദിച്ചത് പോലും ഹറാമിലേക്ക് ചെന്ന് പെടുമോ എന്ന് ഭയന്ന് മാറ്റിവെക്കുക. അതാണ് തഖ്വയുടെ ടോപ്പസ്റ്റ് ദറജ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദറജയിലായിരുന്നു. വീട്ടിൽ വന്നില്ലേ കുറച്ച് ആൾക്കാര്, എന്തേ? നബിന്റെ കർമ്മങ്ങൾ പഠിക്കാൻ. അപ്പൊ ആയിഷ ബീവി ഇങ്ങനെ പറഞ്ഞു, നബിന്റെ ജീവിതങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഒരു നബിയായിട്ട് ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ നമ്മൾ ഇത്ര ഒന്നും ചെയ്താൽ പോരാ, കുറേ ചെയ്യണം. അങ്ങനെ മൂന്നാളും തീരുമാനിച്ചു. ഒരാൾ തീരുമാനിച്ചു ഞാൻ കല്യാണം തന്നെ കഴിക്കില്ല, ഒരാൾ പറഞ്ഞു ഞാൻ ഉറങ്ങന്നല്ല, ഒരാൾ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും നോമ്പായിരിക്കും. ഇങ്ങനെ മൂന്നാൾ ഓരോ തീരുമാനമെടുത്ത് പോയ വിവരം റസൂലുള്ള അറിഞ്ഞപ്പോ മിമ്പറിലേക്ക് ഓടിക്കയറിയിട്ട് റസൂലുള്ള അവരെ തിരുത്തി. എന്താ തിരുത്തിയത്? അൻതുമുല്ലദീ ഖുൽതും കദാ വകദാ. നിങ്ങളിൽ ചില ആളുകൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിരിക്കുന്നു. എന്നാൽ മനസ്സിലാക്കുക, നിങ്ങളിൽ ഏറ്റവും അധികം പടച്ചവനെ ഭയക്കുന്നവൻ ഞാനാണ്. നിങ്ങളിൽ ഏറ്റവും അധികം പടച്ചവനെ സൂക്ഷിക്കുന്ന തഖ്വയുള്ള മുത്തഖി ഞാനാണ്. അതുകൊണ്ട് ആരും എന്റെ സുന്നത്തിനപ്പുറം പോകണ്ട. ഫമൻ റഗിബൻ സുന്നത്തി ഫലൈസ മിന്നീ. എന്റെ സുന്നത്തിനപ്പുറം ആരെങ്കിലും പോയാൽ അവർ എന്നിൽപ്പെട്ടവരല്ല. ഏറ്റവും തഖ്വയുള്ള വ്യക്തി. ഇപ്പൊ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്തെല്ലാം തോന്നിയാസങ്ങളാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കണേ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രന്റെ ഭാര്യയിലേക്ക് നബി കണ്ണുവെച്ചു, അവർ ഡ്രസ്സ് മാറ്റുമ്പോ അവരെ കണ്ടുവച്ചു എന്നൊക്കെ പറഞ്ഞു. ഔദു ബില്ലാഹ്, സുബ്ഹാനല്ലാഹ്. ആരാ നബി? എന്നിട്ട് ഇതൊക്കെ വിശ്വസിക്കേ മാപ്പിളാര്? ഓന്റെ 30 സെക്കൻഡ് ക്ലിപ്പ് കണ്ടിട്ട് തെറ്റിദ്ധരിക്കേ. ആരാ റസൂലുള്ള? അള്ളാഹുവിനെ ഏറ്റവും അധികം ഭയന്ന, രാവിലും പകലിലും പടച്ച റബ്ബിനെ ഓർത്ത് കരഞ്ഞ ഒരു നബിയാണല്ലോ എന്ന ധൈര്യത്തിൽ ഒരു നിമിഷം പോലും കഴിച്ചു കൂട്ടാത്ത റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ഒരാളും സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്ത് പോലാന്ന്. വലാ അൻത യാ റസൂലല്ലാഹ്, നിങ്ങളും അങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോ വലാ അന, ഞാനും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും ഫദ്ല് കൊണ്ടും എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാനും സ്വർഗത്തിൽ പോകില്ലെന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അസഭ്യം പറയുക, തോന്നിയാസം പറയുക. അന്ന് ദുൽഹുവൈസിറ പറഞ്ഞില്ലേ, ഇഅ്ദിൽ യാ മുഹമ്മദ്, മുഹമ്മദ് താങ്കൾ നീതി പാലിക്കണം എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാനോ ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ പിന്നെ ആര് നീതി പാലിക്കും? നീതിയുടെ സംസ്ഥാപനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട റസൂലുള്ള നീതി പാലിച്ചില്ലെങ്കിൽ പിന്നെ ആര് നീതി പാലിക്കും? അന്ന് റസൂലുള്ള പറഞ്ഞു, ഈ ദുൽഹുവൈസിറയുടെ പിന്മുറക്കാർ നാളെ വരും. മനസ്സിലായില്ലേ? അവർ നബിയെയും സ്വഹാബത്തിനെയും പഴി പറയും. എന്നിട്ട് അതിന് ലൈക്കും കമന്റും കൊടുക്കാൻ ചില മാപ്പിളാര്. ഈ വിവരക്കേട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, വിവരക്കേട് ലോകത്തെ ഏറ്റവും വലിയ രോഗമാണ് വിവരക്കേട്. ബാക്കിക്കൊന്നും അത്ര പ്രശ്നമുണ്ടല്ല. ജഹ്ല് എന്ന രോഗം അത് ഭയങ്കരത. നമുക്കൊരു ഭൗതികമായൊരു കാര്യത്തിൽ വിവരം കുറഞ്ഞാല് ചെറിയ നഷ്ടങ്ങളൊക്കെ നമുക്ക് സംഭവിക്കും. എന്നാൽ ദീനിയായ കാര്യത്തിൽ നമുക്ക് വിവരമില്ലെങ്കിൽ ചിലപ്പോൾ തരങ്ങള് കാഫിറായി വരെ പോകും. ആള് ദീനിൽ തന്നെ ഔട്ടായി പോണ സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ അസഭ്യം പറഞ്ഞാലും ആ അസഭ്യം പറഞ്ഞവരെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. ആ പറഞ്ഞവൻ ആരാണ്, അവന്റെ ജീവിതം എന്താണ്, അവന്റെ അജണ്ട എന്താണ്, അവൻ ഇന്നലെ എവിടെയായിരുന്നു, ഇന്നെവിടെയാണ്, അത് പഠിക്കുക. എന്നിട്ടാ നബിന്റെ നോക്കണ്ടേ.
മനസ്സിലായി? യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത, യാതൊരു മൊറാലിറ്റിയും ഇല്ലാത്ത, താന്തോന്നിത്തരത്തെ സ്വന്തം ജീവിതത്തിന്റെ അജണ്ടയായി സ്വീകരിച്ച, ക്യാപ്ഷനായി സ്വീകരിച്ച അധർമ്മകാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ എന്തെങ്കിലും പറയുമ്പോഴത്തേന് നമ്മൾ സംശയിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ ഏറ്റവും അധികം ഭയന്ന വ്യക്തിയാണ്. നാളെ സ്വർഗത്തിന്റെ ഡോറിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന് മുട്ടും. മലക്കുകൾ ചോദിക്കും, ആരാണ്? അവിടുന്ന് പറയും, മുഹമ്മദ് റസൂലുള്ളാഹ്. സ്വർഗത്തിന്റെ ഡോറുകൾ മലർക്ക് തുറക്കപ്പെടും. മലക്കുകൾ പറയും, ഈ നാമം കേൾക്കുമ്പോൾ സ്വർഗത്തിന്റെ ഡോറ് തുറന്നു കൊടുക്കാനാണ് പടച്ചറബ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്ത്? സ്വർഗത്തിന്റെ ഡോറ് തുറക്കണമെങ്കിലേ ഒരാള് വന്ന് മുട്ടിയിട്ട് ആളെ പേര് പറയണം. അത് നബിയുനാ വ ഹബീബുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഫദ്ലുള്ള, അത്ര ദറജയുള്ള ആരാ അവിടെ ഉള്ളത്? മൂസാ നബി ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നാലും ഒരു വലിയ ജനപഥത്തെ നയിച്ച ഒരു മഹാപ്രവാചകൻ തന്റെ മുന്നിൽ കഴിഞ്ഞു പോയ ഒരു നബിയാണ്. എന്നിരുന്നാൽ പോലും മൂസാ നബിയും എന്നെയായിരിക്കും അനുകരിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മൂസാ നബി വന്നാലും ഇബ്രാഹിം നബി വന്നാലും ഇൻ ഫ്യൂച്ചർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമല്ലോ, അന്ന് ഈസാ നബിയും ഫോളോ ചെയ്യുന്ന വ്യക്തി അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പടച്ചവനുമായുള്ള ബന്ധത്തിൽ, പടപ്പുകളുമായുള്ള ബന്ധത്തിൽ യാതൊരു കുറവുകളും പോരായ്മകളും ഇല്ലാത്ത എല്ലാ സൽസ്വഭാവങ്ങളുടെയും പൂർത്തീകരണം ജീവിച്ച് കാണിച്ചു തന്ന വാക്കുകൾ മാത്രമായിരുന്നില്ല, ഡയലോഗുകൾ മാത്രമായിരുന്നില്ല, ടീച്ചിങ് മാത്രമായിരുന്നില്ല, ലൈഫിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദൂരെ നിന്നൊരാൾ വരും, അവരിങ്ങനെ ആൾക്കൂട്ടത്തിലേക്ക് നോക്കിയിട്ട് ചോദിക്കും, അയ്യുക്കും മുഹമ്മദ്, ആരാ നിങ്ങളെ കൂട്ടത്തിലെ മുഹമ്മദ്? കൂട്ടത്തിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തലപൊക്കും, ഞാനാണ്. അതിനർത്ഥം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിൽ ലയിച്ച് ജീവിച്ച വ്യക്തിയായിരുന്നു. മനസ്സിലായില്ലേ? ലയിച്ച് ജീവിച്ച വ്യക്തിയായിരുന്നു. അൽ മുഅ്മിനുൽ ലദി യുഖാലിതുൻ നാസ് വയസ്ബിറു അലാ അദാഉം ഖൈറും മിനൽ മുഅ്മിനിൽ ലദി ലാ യുഖാലിതുൻ നാസ് വലാ യസ്ബിറു അലാ അദാഹും. ഒരു മുഅ്മിൻ ജനങ്ങളുടെ കൂടെ ജീവിക്കുകയും അവരിൽ നിന്നുള്ള ഉപദ്രവങ്ങളെ ക്ഷമിക്കുകയും ചെയ്യുന്നവൻ, ജനങ്ങളുടെ കൂടെ ജീവിക്കാതെ അവരുടെ ഉപദ്രവങ്ങൾ ക്ഷമിക്കാതെ കഴിയുന്ന മുഅ്മിനേക്കാൾ ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹ്, ഏറ്റവും ഖൈറും അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനുമാണ് ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്ന മുഅ്മിൻ എന്ന് റസൂലുള്ളാഹ് പറയുക മാത്രമല്ല, ഇടപഴകി ജീവിച്ചു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞ ഓരോന്നിനും മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, എല്ലാ സൽസ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിയാകുന്നു ഞാൻ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് ചോദിച്ചു. ആയിഷ ഉമ്മ, കൈഫ കാന ഖുലുഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഹ്ലിഹി, റസൂലിന്റെ കുടുംബത്തിലെ സ്വഭാവം എങ്ങനെയായിരുന്നു? ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, കാന അഹ്സനുൻ നാസി ഖുലുഖാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. ആരുടെ സർട്ടിഫിക്കറ്റ്? ഇണങ്ങളുടെ സർട്ടിഫിക്കറ്റ്. മനസ്സിലായില്ലേ? സ്വഹാബത്ത് എന്താ നബിയെ കുറിച്ച് പറഞ്ഞത്? നബിയുമായി ഞങ്ങൾ ഇത്ര ദിവസം സഹവസിച്ചു, അല്ലെ? ഞങ്ങൾ ഇത്ര ദിവസം നബിയുമായി സഹവസിച്ചു. ഒരിക്കൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട്, അല്ലെ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖദിംതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 സിനീൻ, നബിയോടൊപ്പം ഞാൻ 9 കൊല്ലം ജോലി ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും എന്നോട് നീ എന്തിനിങ്ങനെ ചെയ്തില്ല, നീ എന്തിനങ്ങനെ ചെയ്തു, ഇങ്ങനെ ഒരു ചൊറിയുന്ന വർത്തമാനം പറഞ്ഞിട്ടേ ഇല്ല. മനസ്സിലായില്ലേ? സ്വഹാബത്തിന്റെ സർട്ടിഫിക്കറ്റ്. وعن مالك بن حويرث رضي الله عنه أتيت النبي صلى الله عليه وسلم في نفر من قومي فأقمنا عنده 20 ليلة وكان رحيما رفيقا. മാലിക് ഇബ്നു ഹുവൈരിസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും എന്റെ ഖൗമിൽപ്പെട്ട ഒരു സംഘവും നബിയോടൊപ്പം നബിയുടെ കൂടെ 20 ദിവസം താമസിച്ചു. ഒരാളെ സ്വഭാവം അറിയണമെങ്കിൽ അയാളുടെ കൂടെ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ അയാളുടെ കൂടെ സഹവസിക്കുക, അല്ലെങ്കിൽ അയാളുമായി വല്ല ഇടപാടിലും ഏർപ്പെടുക, അല്ലെ? ഈ 3 കാര്യത്തിലും റസൂലിന്റെ കൂടെ പോയവർക്കൊക്കെയും 100% നന്മയല്ലാതെ ഒന്നും പറയാനില്ല.
മനസ്സിലായില്ലേ? 20 ദിവസം നബിന്റെ കൂടെ ഞങ്ങൾ ജീവിച്ചിട്ട് അദ്ദേഹം പറയാണ് വകാന റഹീമൻ, നബി അങ്ങേയറ്റത്തെ കരുണയുള്ളവരായിരുന്നു, റഫീഖാ അങ്ങേയറ്റത്തെ സൗമ്യതയുള്ള വ്യക്തിയായിരുന്നു, റിഫ്ഖുള്ള വ്യക്തിയായിരുന്നു, റഹ്മത്തുള്ള വ്യക്തിയായിരുന്നു. നബിയുടെ കൂടെ സഹവസിച്ച എല്ലാവർക്കും ഇതാ പറയാനുള്ളത്. ഇനി ശത്രുക്കൾ എന്താ പറയണത്? വാള് മരത്തിൽ തൂക്കിയിട്ട് റസൂലുള്ളാഹി ഉറങ്ങി. ഒരാൾ വന്നു, വാളെടുത്തു, നബിക്ക് നേരെ ചൂണ്ടിയിട്ട് ചോദിച്ചു, മയ്യംനഉക മിന്നി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. 3 വട്ടം അല്ലാഹ് എന്ന് പറഞ്ഞു. ഇസ്മുൽ ജലാല കേട്ടതും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് വീണു. ചിലർക്ക് പറയും നബി കയ്യിൽ നിന്ന് വാള് പിടിച്ച് പറിച്ചെടുത്തിട്ട് തിരിച്ചടിച്ചു, നമ്മളും തിരിച്ചടിക്കണം. അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഉള്ളത് പറഞ്ഞാൽ മതി കേട്ടോ, ഉള്ളത് പറഞ്ഞാൽ മതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ അല്ലാഹ് 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 എന്ന് പറഞ്ഞു. വാള് വീണു. വീണ വാളെടുത്ത് റസൂൽ ചോദിച്ചു, മയ്യംനഉക മിന്നി, എന്നിൽ നിന്ന് നിന്നെ ആരാണ് സംരക്ഷിക്കുക? അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ്, താങ്കളിൽ നിന്ന് ഏറ്റവും നല്ല പ്രതികരണമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നബി വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. അയാൾ നാട്ടിൽ പോയിട്ട് പറഞ്ഞെന്താ, നിങ്ങള് ഏറ്റവും നല്ല മനുഷ്യനിൽ നിന്നാണ് ഞാൻ വരുന്നത്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അയാളിൽ വിശ്വസിക്കണം. അപ്പൊ എല്ലാവർക്കും നബിനെ കുറിച്ച് പറയാനുള്ളത് നല്ല അഭിപ്രായം മാത്രം. എന്നാൽ ഇതിനേക്കാളെല്ലാം വലിയൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതെവിടുന്ന് അറിയോ? പടച്ചോന്റെതാണ്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. പ്രവാചകരെ, താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ കോപം അത് പ്രകടമാണ്. പക്ഷെ ആ കോപം കൊണ്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തി, ആ തൃപ്തിക്കൊരു തോതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു താന്തോന്നിയായിരുന്നില്ല, ഒരു തമ്മാഴിത്തം പ്രവർത്തിക്കുന്നവനായിരുന്നില്ല. ടൗണുകളിൽ, അങ്ങാടികളിൽ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി, വക്കാണങ്ങൾ ഉണ്ടാക്കി, വഴക്കുണ്ടാക്കി അവിടെ റൗഡിസം കാണിക്കുന്ന ഒരാളായിരുന്നില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തിന്മയെ തിന്മ കൊണ്ട് എതിർത്തിരുന്നില്ല, തിന്മയെ നന്മ കൊണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തിരുന്നത്. അതുകൊണ്ട് സഫിയ ബിൻതു ഹുയയ്യ റളിയല്ലാഹു തആല അൻഹ പറയാണ്, മാ റഅയ്തു അഹദൻ അഹ്സന ഖുലുഖൻ മിൻ റസൂലില്ലാഹ്, നബിയോളം നല്ല സ്വഭാവമുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടേയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റ്, കൂടെ ജീവിച്ച ഇണകളുടെ സർട്ടിഫിക്കറ്റ്, തന്റെ ശിഷ്യന്മാരുടെ സർട്ടിഫിക്കറ്റ്, ശത്രുക്കളുടെ അടക്കം സർട്ടിഫിക്കറ്റ് കിട്ടിയ സ്വഭാവത്തിന്റെ ഉടമയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിട്ടുവീഴ്ചയും അവിടുത്തെ ക്ഷമയും വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞ കാര്യമാണ്. സൂറത്ത് ആൽ ഇംറാന്റെ 159-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫദ്ദൂ മിൻ ഹൗലിക. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. അല്ലാഹു നിങ്ങൾക്കൊരു നല്ല ലോലമായ എളിമയുള്ള ഒരു സ്വഭാവം തന്നിരിക്കുന്നു. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ്, താങ്കളുടെ സ്വഭാവം പരുഷമായിരുന്നെങ്കിൽ, കഠിനമായിരുന്നെങ്കിൽ ജനങ്ങൾ താങ്കളിൽ നിന്ന് അകന്നു പോകുമായിരുന്നു. അങ്ങേറ്റത്തെ എളിമയും താഴ്മയുമുള്ള, ഹിൽമും വിട്ടുവീഴ്ചയുമുള്ള സ്വഭാവമായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ചരിത്രത്തിൽ നമുക്ക് കാണാം, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നടന്നു പോകുമ്പോൾ നബീന്റെ കഴുത്തിൽ ഒരു പരുഷമായ ഒരു നജ്റാനി ബുർദ ഉണ്ടായിരുന്നു, ഒരു ഷോള് പോലത്തെ. ഒരു അറാബിയായ മനുഷ്യൻ നബിയുടെ അടുക്കൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഷാൾ ഒറ്റ വലിയ പരുഷമായ ആ ബുർദ നബിയുടെ കഴുത്തിൽ വേദനയും പാടുകളും തീർത്തു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാതോർക്കണം. അദ്ദേഹം പറഞ്ഞു, മുർലി മിമ്മാലില്ല അല്ലദി ഇൻദക, നിങ്ങളുടെ പക്കലുള്ള അള്ളാഹുവിന്റെ സ്വത്തിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് കാശ് തരണം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഒറ്റ വലി വലിച്ചിട്ട് ഇത് പറയാണ്. ഇത് പറയുമ്പോൾ നബി അദ്ദേഹത്തെ നോക്കിയിട്ട്, എന്തു വലിയാണ്, ഇങ്ങനെയൊക്കെ വലിക്കാൻ പാടുണ്ടോ എന്നൊന്നല്ല ചോദിച്ചു, മറിച്ച് പ്രവാചകൻ പുഞ്ചിരിച്ചു. പിന്നീട് തന്റെ കൂടെയുള്ള സഹാബിയോട് അയാൾക്ക് വേണ്ടതെന്താണോ അത് ബൈത്തുൽ മാലിൽ നിന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. നബിക്ക് വേദനിച്ചിട്ടുണ്ട്.
പക്ഷെ അതിനോടൊരു പ്രതികാര മനസ്സോ ഒരു വെറുപ്പോ ഒരു വിദ്വേഷമോ ഇപ്പോൾ തന്നെ തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്നൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കുകയോ ആലോചിക്കുകയും ചെയ്തിട്ടില്ല. പ്രവാചകൻ പുഞ്ചിരിക്കുകയാണ് അദ്ദേഹത്തോട് ചെയ്തിട്ടുള്ളത്. ചിലതൊക്കെ ക്ഷമിക്കുക, എല്ലാം കൂടെ തിരിച്ചടിക്കുക, എല്ലാം മനസ്സിൽ കൊണ്ടു നടക്കുക, എന്നിട്ടത് കനലായി എരിഞ്ഞു പൊങ്ങുക, ഇതൊന്നൊരു മുഅ്മിനായ മനുഷ്യന് യോജിച്ചതല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ച, ആ ഒരു തഗാഫുൽ, ഏത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടെന്നല്ല എന്ന നിലക്ക് നബി കാണിച്ചൊരു അവഗണന. സംഗതി എനിക്ക് വേദനിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നബി അതിനെ അവഗണിച്ചിരിക്കുകയാണ്. അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ അയാൾ എന്താവശ്യമാണോ പറഞ്ഞത് അതിലേക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധ കൊടുക്കുകയാണ്. അവിടെ പ്രവാചകന്റെ വിട്ടുവീഴ്ച കാണാം, പ്രവാചകന്റെ സഹന ശക്തി കാണാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിക്മത്ത്. സെയ്ദ് ഇബ്നു സഅന എന്ന പേരുള്ള ജൂത പണ്ഡിതൻ, അയാൾ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ട്, മുഹമ്മദ് നബി വികാരത്തെ അതിജയിക്കുന്ന വിവേകമുള്ള വ്യക്തിയാണ്. നബിനോട് എങ്ങനെ വികാരത്തെ പ്രതികരിച്ചാലും നബി വിവേകത്തോടെ പ്രതികരിക്കുള്ളൂ. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത. എങ്ങനെ വികാരം കൊള്ളിക്കാൻ വേണ്ടി, പ്രൊവോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവേകത്തോടെ മാത്രമേ പ്രതികരിക്കുള്ളൂ. അതിനൊരു എക്സാമ്പിള്, ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്പം സമ്പാദ്യം ആവശ്യം വന്ന സമയത്ത് ഈ സെയ്ദ് ഇബ്നു സഅന ബോധപൂർവം ചെന്നിട്ട് ഞാൻ കടം തരാന്ന് പറഞ്ഞ് കടം കൊടുത്തു. കടം എഴുതി വെച്ച് തീയതിക്ക് നിശ്ചയിച്ചു. പക്ഷെ ഈ തീയതി ആകുന്നതിന് മുമ്പ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി മരിച്ചിട്ട് അയാളെ ഖബറടക്കാൻ വേണ്ടിയിട്ട് മഖ്ബറയിലേക്ക്, ഖബർസ്ഥാനിലേക്ക് പോയി അവിടെ ഇങ്ങനെ ഖബറടക്കത്തിന്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സെയ്ദ് ഇബ്നു സഅന അവിടെ കയറി വന്നിട്ട് നബിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങള് അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ കാശ് വാങ്ങാൻ ഉഷാറാണ്, പക്ഷെ തിരിച്ചു തരില്ല, എന്റെ പണം എനിക്ക് തിരിച്ചു തരണം പറഞ്ഞു. ഇയാളെ ഈ കാട്ടിക്കുട്ടി കണ്ട ഉമർ ദേഷ്യം പിടിച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വിരട്ടി അദ്ദേഹത്തെ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇയാളെ ഞാൻ ഇപ്പൊ ശരിയാക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾക്ക് ഞാൻ കാശ് കൊടുക്കാനുണ്ട്. എവിടുന്ന് പറയണ എനിക്ക്? ഖബർസ്ഥാൻ. അവിടെ എന്തൊക്കെയാണ് ഫീലിംഗ് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഉമർ ഇബ്നു ഖത്താബിനെ സെയ്ദ് ഇബ്നു സഅനയുടെ കൂടെ വിട്ട് ബൈത്തുൽ മാലിൽ നിന്ന് അയാൾക്ക് വേണ്ട സ്വത്ത് കൊടുക്കാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. ഇത് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെയും കൂട്ടിപ്പോയി പണം കൊടുത്തു. പണം എണ്ണി നോക്കുമ്പോൾ കടം കൊടുത്തതിനേക്കാളും കൂടുതലുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇതെന്താ കൂടുതലുണ്ടല്ലോ? അപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളെ വിരട്ടിയല്ലോ, ആ വിരട്ടിയതിന് അല്പം കൂടുതൽ കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോ സെയ്ദ് ഇബ്നു സഅന അദ്ദേഹം കണ്ണു നിറച്ചിട്ട് ഉമർ ഇബ്നു ഖത്താബിനോട് പറഞ്ഞു, ഉമർ, എനിക്കറിയാം മുഹമ്മദ് സത്യപ്രവാചകനാണെന്ന്. വേദപുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, വികാരത്തെ അതിജയിക്കുന്ന വിവേകമുള്ള വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. അത് പരിശോധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു രൂപത്തിൽ സംഗതി ചെയ്തത് എന്ന് പറഞ്ഞ് നബിയുടെ ഉമർ ഇബ്നു ഖത്താബിന്റെ കൂടെ നബിയുടെ അടുക്കൽ ചെന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ. ഏത് നിൽക്കും? ഒരിക്കൽ ഒരു ജൂത സംഘം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കാണിക്കാൻ അനുവാദം ചോദിച്ചു. എന്നിട്ട് അവർ നബിയുടെ അടുക്കലേക്ക് വന്നിട്ട്, അസ്സലാമു അലൈക്കും യാ മുഹമ്മദ്, മുഹമ്മദ് മരിച്ചു പോട്ടെ. അസ്സലാമു അലൈക്കും പറഞ്ഞാൽ നീ നശിക്കട്ടെ, നിനക്ക് ശാപം ഉണ്ടാകട്ടെ, നീ മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. നബി പറഞ്ഞു, വാലൈക്കും വാലൈക്കും, നിങ്ങൾക്കും. ഇങ്ങോട്ട് എന്താണ് പറഞ്ഞ്? അങ്ങക്കും. പക്ഷെ ഇത് കേട്ട ആയിഷ റളിയല്ലാഹു അൻഹ അല്പം വൈകാരികമായി പ്രതികരിച്ചു. അസ്സലാമു അലൈക്കും വല്ലഅന, നിങ്ങൾക്ക് തന്നെയാണ് നാശവും ശാപവും എന്നൊക്കെ പറഞ്ഞ് ആയിഷ ബീവി. കാരണം നബിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ഏത് നബി നശിച്ചു പോട്ടെ എന്ന് ആർക്കും സഹിക്കുവോ? ആയിഷ റളിയല്ലാഹു അൻഹ ആ സമയത്ത് വികാരഭരിതയായപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, മഹ്ലൻ യാ ആയിഷ, കൂൾ ഡൗൺ ആയിഷ, ഇന്നല്ലാഹ റഫീഖുൻ വയുഹിബ്ബു റിഫ്ഖ, അല്ലാഹു സുബ്ഹാനഹു വ തആല എളിമയെ ഇഷ്ടപ്പെടുന്നവനാണ്, നീ അത് കാണിക്കണം, നീ അത് പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞു. ആയിഷ ബീവി പറഞ്ഞു, നബി നിങ്ങൾ കേട്ടില്ലേ അവർ പറഞ്ഞത്? എത്ര കഠിനമായ വാക്കാണ് അവർ പറഞ്ഞത്. നിങ്ങൾ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റും? അപ്പൊ റസൂൽ പറഞ്ഞു, ഞാൻ അവർക്കുള്ള മറുപടി കൊടുത്തല്ലോ. അജി കേട്ടില്ലേ? എന്തേ? വഅലൈക്കും. ഇങ്ങോട്ട് എന്താണോ കിട്ടിയത് അത് നിങ്ങൾക്കും മറുപടിയായി. മനസ്സിലായില്ലേ? എല്ലാം ഗൗനിച്ച് ഭയങ്കര സീനാക്കി അല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓരോ ഘട്ടത്തിലും ഹിക്മത്തോടുകൂടെ പെരുമാറുകയാണ്. മനസ്സിലായില്ലേ? അങ്ങേയറ്റത്തെ സ്നേഹവും കാരുണ്യവുമുള്ള വ്യക്തിയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ സൂറത്ത് അംബിയാഇന്റെ 107-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയേ,
താങ്കളെ ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ അള്ളാഹ് നിയോഗിച്ചിട്ടില്ല. താങ്കൾ റബ്ബല്ല, താങ്കൾ ഹിദായത്ത് കൊടുക്കുന്നവനല്ല, താങ്കൾ ജസാ കൊടുക്കുന്നവനല്ല. പിന്നെയോ ജനങ്ങൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കുന്നൊരു ദൂതനാണ്. റഹ്മത്തായിട്ടാണ് അള്ളാഹ് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. നബിയുടെ നിയോഗം നമുക്ക് റഹ്മത്താണ്. നബിയുടെ നിയോഗം നമുക്ക് റഹ്മത്താണ്. ആ റസൂൽ വന്നതുകൊണ്ടല്ലേ നമുക്ക് ഇസ്ലാം കിട്ടിയത്. ആ ഇസ്ലാമിന്റെ മഹാസിനുകളല്ലേ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇസ്ലാമില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ് അല്ലേ? യുദ്ധയാത്രയിൽ സ്വഹാബത്ത് പാട്ടുപാടിയതുപോലെ അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വമാ തസദ്ദഖ്നാ വമാ സല്ലൈനാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് തന്നില്ലായിരുന്നെങ്കിൽ പടച്ചോനെ ഞങ്ങൾ നിസ്കരിക്കുമായിരുന്നില്ല, ഞങ്ങൾ നോമ്പുൽക്കായിരുന്നില്ല, ഞങ്ങൾ നിന്റെ മാർഗത്തിൽ പണിയെടുക്കുമായിരുന്നില്ല, ഞങ്ങൾ കള്ളിലും പെണ്ണിലും ലഹരിയിലും മുഴുകി ജീവിക്കുമായിരുന്നു. പടച്ചോനെ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് തന്നു. ആരിലൂടെ ഹിദായത്ത് കിട്ടിയ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. നബിനോട് സ്നേഹമില്ല എന്ന് ആരെയും പറയൂ? നമുക്ക് ഏറ്റവും ഖൈറായ ഈ ദീന് കൊണ്ടുവന്ന് തന്ന, അതിനുവേണ്ടി ക്ലേശങ്ങൾ സഹിച്ച, നമ്മെ ഓർത്ത് കരഞ്ഞ, നമുക്ക് വേണ്ടി ആട്ടും തുപ്പും സഹിച്ച, നമുക്ക് വേണ്ടി പട്ടിണി കിടന്ന, ഇനി നാളെ പരലോകത്ത് എല്ലാവരും സ്വന്തം കാര്യം മാത്രം ഓടുമ്പോൾ അവിടെയും ഉമ്മത്തി ഉമ്മത്തി ഉസൈഹാബി ഉസൈഹാബി അല്ലാഹുമ്മ സല്ലിം സല്ലിം എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന, നമ്മെക്കുറിച്ചോർത്ത് ആവലാതിപ്പെടുന്ന, വ്യാകുലപ്പെടുന്ന ഒരു നബിയെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്ക് സ്നേഹമല്ല എന്ന് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പറയാം കേട്ടോ. പറയുന്നവർക്ക് എന്തും പറയാം. പക്ഷെ സ്നേഹം അത് മനസ്സിലും പ്രവർത്തനത്തിലും പ്രകടമാക്കുകയാണ് വേണ്ടത്. അലാമത്തു ഹുബ്ബിഹിം ഇത്തിബാഉ സുന്നത്ത് റസൂലില്ലാഹ്. ഹുബ്ബിന്റെ അടയാളം എന്ന് പറയുന്നത് നബിയുടെ സുന്നത്ത് ഫോളോ ചെയ്യലാണ്. അല്ലാതെ നബിന്റെ പേരിൽ ബിസ്മി ചൊല്ലി കുലാവി പിടിക്കലല്ല, നബിന്റെ പേരും പറഞ്ഞ് റോഡ് ബ്ലോക്ക് ചെയ്യലല്ല, നബിയുടെ പേരും പറഞ്ഞ് പള്ളികൾ അലങ്കരിക്കലല്ല, ശിർക്കിന്റെ വചനങ്ങൾ അടക്കം ഉൾപ്പെടെയുള്ള മാലകളും മൗലീദുകളും പാടി പറഞ്ഞ് ദിവസങ്ങളോളം പൂരങ്ങളാക്കലല്ല. അതിലൊന്നും നബിയുടെ മാതൃകയില്ല. എല്ലാ പുത്തനാചാരങ്ങളും ബിദ്അത്താണ്. അത് പിന്നെ ഹസനത്ത് സയ്യിഅത്ത് ഒന്നുമില്ല, മനസ്സിലായില്ലേ? ബിദ്അത്തൊക്കെ സയ്യിഅത്താണ്. ബിദ്അത്താണോ പുത്തനാചാരമാണോ അതെല്ലാം വഴികേടാണ്. വഴികേടെല്ലാം നരകത്തിക്കാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞില്ലേ തറാവീഹ് നമസ്കാരത്തെ കുറിച്ച്? അത് അസ്ലുള്ള സാധനമാണ്. ഏത്? തറാവീഹ് നിസ്കാരം ഹദീസിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം സ്വഹാബത്തിനെ കൂട്ടി ജമാഅത്തായി നിസ്കരിച്ചതാണ് അസ്ലുള്ള കാര്യം. നബി ചെയ്ത സുന്നത്ത് അതിനെ ജീവിപ്പിച്ചപ്പോൾ ഇത് നല്ല ഒരു സുന്നത്താണല്ലോ എന്ന് ഭാഷാ പ്രയോഗം നടത്തിയതാണ് ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാതെ സുന്നത്തില് ഇത് ബിദ്അത്തില് ബിദ്അത്തുൻ ഹസന ബിദ്അത്തുൻ സയ്യിഅ അങ്ങനൊന്നുമില്ല. അത് ഹദീസ് ദുർവ്യാഖ്യാനിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ യറാഹ ഹസന എന്ന് പറയുന്ന ഹദീസിലും ഉള്ളതെന്താണ്? നബി പഠിപ്പിച്ചു തന്ന ചര്യയെ ആരെങ്കിലും പുനഃസ്ഥാപിച്ചാൽ. അതല്ലാതെ ഇല്ലാത്ത സാധനം ഉണ്ടാക്കുക എന്നുള്ളതല്ല. അടിസ്ഥാനമുണ്ടായിരിക്കണം. ഒരടിസ്ഥാനവും ഇല്ലാത്ത സംഭവമാണ് എന്ത്? മൗലിദാഘോഷം എന്ന് പറയുന്നത്. എന്നിട്ട് അത് നബി സ്നേഹമാകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയല്ല. നബിയെ സ്നേഹിക്കാതിരിക്കാൻ ഒരാൾക്കും പറ്റില്ല. കാരണം നമുക്ക് വേണ്ടി ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ച, നമ്മളോട് അങ്ങേയറ്റത്തെ റഹ്മത്തുള്ള, അല്ലേ, റഊഫും ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റത്തെ വാത്സല്യമുള്ള, അതാണ് നിങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു ദൂതൻ വന്നെത്തിയിരിക്കുന്നു. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ള, മുഅ്മിനീങ്ങളോട് റഅഫത്തുള്ള, റഹ്മത്തുള്ള ഒരു ദൂതനെ ഇതാ നിങ്ങൾക്ക് അയച്ചിരിക്കുന്നു എന്ന് സൂറത്തു തൗബയുടെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ റഹ്മത്തുള്ള സ്നേഹമുള്ള വ്യക്തിയാണ്. ഒരിക്കൽ ഒരു ആയത്ത് മാത്രം ഓതിയിട്ട് റസൂലുള്ളാഹ് രാത്രി മുഴുവൻ നിസ്കരിച്ചു. ഏതാണ് ആയത്തറിയോ? ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ
അവർ നിന്റെ അടിമകളാണ്. നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ അസീസും ഹക്കീമുമാണല്ലോ റബ്ബേ, അതുകൊണ്ട് നീ അവരെ ശിക്ഷിക്കല്ലേ പടച്ചോനെ. ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്നേഹം, ആ ഒരു വാത്സല്യം, ആ ഒരു കാരുണ്യം സുഹൃത്തുക്കളെ നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കാര്യങ്ങളിലും അങ്ങേയറ്റത്തെ കണിശതയും ചിട്ടയും ധാർമ്മികതയും അമ്നും അമാനും പാലിച്ച വ്യക്തിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങേയറ്റത്തെ വിനയമുള്ള റസൂലുള്ള മക്ക വിജയിച്ചടക്കുമ്പോ റസൂലുള്ള തല കുനിച്ചിട്ടാണ് മക്കയിലേക്ക് കയറുന്നത്. ഒരാള് നബിയുടെ മുമ്പിൽ വന്ന് വിറക്കുകയാണ്. റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് വിറക്കുന്നത്? ഞാനൊരു രാജാവല്ല, ഈ മക്കയിൽ ഉണക്ക മാംസം കഴിച്ച് ജീവിച്ച ഒരു സാധാരണ പെണ്ണിന്റെ മകനായി ജനിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ എന്റെ മുന്നിൽ വിറക്കേണ്ടതില്ല. വിനയം, ഞാൻ ആരാ അല്ലേ എന്ന ഭാവമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. അബൂബക്കർ തന്റെ പിതാവ് അബൂ ഖുഹാഫ തലയും താടിയും നരച്ച് വയസ്സായിരുന്നു. അദ്ദേഹത്തെയും കൊണ്ട് നബിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരിക അബൂബക്കർ. റസൂൽ ചോദിക്കണം, എന്തിന് ഈ വയസ്സായ മനുഷ്യനെ എന്തിന് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? അബൂബക്കർ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ നബിയെ, നിങ്ങൾ അങ്ങോട്ട് വരികയല്ലല്ലോ വേണ്ടത്, നിങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങോട്ട് വരികയല്ലേ വേണ്ടത്, അങ്ങ് അള്ളാഹുവിന്റെ ദൂതനല്ലേ എന്ന് ചോദിച്ചപ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വയോധികനോട് കാണിക്കുന്ന ഒരു കാരുണ്യം, നബിന്റെ വിനയമാണത് തെളിയിക്കുന്നത്. ചില ആൾക്കാർ പറയാറുണ്ട്, മുസ്ലിങ്ങൾക്ക് അധികാരമില്ലാത്തപ്പോ ഓല് ഭയങ്കര സാഹോദര്യവും ഓല് ഭയങ്കര സ്നേഹവും കാരുണ്യം ഒക്കെ പറയും. അധികാരം കിട്ടിയ പോലെ സ്വഭാവം മാറുന്നു. ആണോ? അധികാരം കിട്ടിയപ്പോഴുള്ള പ്രവാചകന്റെ ചരിത്രം മണ്ണിട്ട് മൂടപ്പെട്ടിട്ടുണ്ടോ? അത് ചരിത്ര പുസ്തകങ്ങളിലില്ലേ? ഈ പറയുന്നവർക്ക് തന്റെ ഇടമുണ്ടോ? അധികാരം കിട്ടിയതിനു ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ച് കാണിച്ചു തന്ന ആ ദിനരാത്രങ്ങളെ പച്ചയായി പ്രസംഗിക്കാൻ, സൊസൈറ്റിയെ പഠിപ്പിച്ചു കൊടുക്കാൻ ഈ ആളുകൾക്ക് തന്റെ ഇടമുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അധികാരം കിട്ടുന്നതിന് മുമ്പുള്ളതിനേക്കാൾ വിനയാന്വിതനായിട്ടാണ് അധികാരം കിട്ടിയതിനു ശേഷം അങ്ങനെ വിനയം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല പലപ്പോഴും. പക്ഷെ എന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ വിനയത്തോടു കൂടെയാണ് പെരുമാറിയത്. അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയവർക്ക് നിർഭയത്വം, സ്വന്തം വീട്ടിൽ വാതിലടച്ചിരിക്കുന്നവർക്ക് നിർഭയത്വം. ഹദാ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. ആരൊക്കെയോ പറഞ്ഞു ഇന്ന് രക്തത്തിന് പകരം ചോദിക്കുന്ന ദിവസമാണ്, മനുഷ്യ കശാപ്പ് നടത്തുന്ന ദിവസമാണ്, മാംസം കൊത്തി നുറുക്കുന്ന ദിവസമാണ്, നീണ്ട 13 കൊല്ലം പീഡിപ്പിച്ചതിന് പ്രതികാരം ചോദിക്കുന്ന ദിവസമാണ് ഇന്നെന്ന് പ്രഖ്യാപിച്ചത് കേട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഉയരമുള്ള സ്ഥലത്തേക്ക് ഓടിക്കയറിയിട്ട് പറഞ്ഞു, അല്ല, ഇന്ന് മൽഹമയുടെ ദിവസമല്ല, ഇന്ന് മർഹമയുടെ ദിവസമാണ്, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണെന്ന് പ്രഖ്യാപിച്ച ആ പ്രവാചകനെ തീവ്രവാദിയായി ചിത്രീകരിക്കാൻ, ഭീകരവാദിയായി ചിത്രീകരിക്കാൻ നാണമില്ലേ ഈ ആളുകൾക്ക്? ചരിത്രത്തോട് കൂറുപുലർത്താതെ പച്ചക്കള്ളം സ്വന്തം താല്പര്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഇസ്ലാമിലേക്കുള്ള ഒഴുക്കിൽ അസൂയ പൂണ്ടിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനെതിരെ തോന്നിയാസം പറയുന്ന ആളുകളെ തമസ്കരിക്കുകയാണ് റസൂൽ എന്ന മഹാമനുഷ്യന്റെ ജീവിതം. ഏതൊരാൾക്കും സ്നേഹം തോന്നുന്ന, ഏതൊരാൾക്കും അലിവ് തോന്നുന്ന, ഏതൊരാൾക്കും അട്രാക്ഷൻ തോന്നുന്ന ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ആയിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേഴ്സണാലിറ്റി. നബിയുടെ സദസ്സിൽ ഒരു സ്വഹാബി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. എന്താണ് പ്രശ്നം? അദ്ദേഹം പറയാണ്, എനിക്ക് രോഗമല്ല, എനിക്കൊരു വേദനയില്ല, എനിക്കെന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങളില്ല. അള്ളാഹുവിന്റെ റസൂലേ, പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോ വീട്ടിലെത്തിയാൽ നിങ്ങളെ കാണാൻ ആഗ്രഹം വരും. വീട്ടിൽ നിന്ന് വീണ്ടും മദീന പള്ളിയിൽ വന്ന് നിങ്ങളെ കണ്ണിറയെ കണ്ടിട്ട് തിരിച്ചു പോകും. ശിഷ്യന്മാരെ സ്നേഹമാണത്, മനസ്സിലായില്ലേ? നബിന്റെ ശിഷ്യന്മാർക്ക് നബിനോടുണ്ടായിരുന്ന സ്നേഹം. പക്ഷേ നബിയെ, ഞങ്ങൾ മരിച്ച് പരലോകത്തെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിന്റെ ഉന്നതമായ വസീല ഫളീല എന്ന ദറജയിലായിരിക്കുമല്ലോ. ഞങ്ങൾ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിലായിരിക്കും. പരലോകത്ത് സ്വർഗത്തിൽ നിങ്ങളെ കാണാൻ പറ്റാതെ പോകുമോ നബിയെ എന്നോർത്തിട്ടാണ് എന്റെ വിഷമം. അപ്പോഴാണ് ജിബ്രീൽ ആയത്തും കൊണ്ടുവന്നത്. ഏത്? ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചു കഴിഞ്ഞാൽ فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അവർ അമ്പിയാക്കളുടെ കൂടെയാണ്,
സിദ്ദീഖുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണ്, സാലിഹീങ്ങളുടെ കൂടെയാണ്. വഹസുന ഉലൈക റഫീഖാ, എത്ര നല്ല കൂട്ടുകാരാണ് അവർക്കുള്ളത്. വിഷമിക്കണ്ട, അല്ലാഹ് പറഞ്ഞതും റസൂൽ പറഞ്ഞതും അനുസരിച്ച് ജീവിച്ചോ, സ്വർഗത്തിൽ സംഗമിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലുള്ള എല്ലാവർക്കും തോന്നിയത് നബിക്ക് ഏറ്റവും ഇഷ്ടം എന്നോടാണ്. എല്ലാവർക്കും ഒരുപോലെ തോന്നുക. എന്നിട്ടൊരു സഹാബി നബിനോട് ചോദിച്ചു, നബിയേ നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം? അപ്പൊ അദ്ദേഹം വിചാരിച്ചെന്തറിയോ, മൂപ്പരെ പേര് പറയുന്നു. കാരണം മൂപ്പരെ വിചാരം നബിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്നാണ്. അത് ഈ ആയിരക്കണക്കിന് സഹാബത്ത് ഓരോരുത്തരും വിശ്വസിക്കുന്നതാണ്, നബിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആയിഷ, എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷനെയാണ്. അപ്പൊ അത് പെണ്ണാണല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആണുങ്ങളെ പേര് ചോദിച്ചാൽ എന്റെ പേര് പറയുന്നു. അപ്പൊ ആണുങ്ങളുടെ കൂട്ടത്തിലോ? റസൂൽ പറഞ്ഞു, അബൂഹ, അവളുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ നബിയുടെ ഓഡിയൻസിൽപ്പെട്ട എല്ലാവർക്കും എന്താ തോന്നിയറിയോ, നബിക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണ്. ആ രൂപത്തിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം. വഹ്ഫിൽ ജനാഹക ലിമനിത്തബഅക മിനൽ മുഅ്മിനീൻ, നബിയേ താങ്കളിൽ വിശ്വസിച്ച വിശ്വാസികൾക്ക് മീതെ കാരുണ്യത്തിന്റെ ചിറകുകൾ താങ്കൾ താഴ്ത്തിയിട്ട് കൊടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു കാരുണ്യത്തിന്റെ ചിറക് എല്ലാവർക്കും നബി താഴ്ത്തിയിട്ട് കൊടുത്തു. ചെറിയ കുട്ടികളെ മടിയിലിരുത്തും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരോട് കുശലാന്വേഷണം നടത്തും, അവർക്ക് ദീനിയായ ഉപദേശങ്ങൾ കൊടുക്കും, അവരെ വാത്സല്യത്തോടുകൂടെ അവരുടെ വിശേഷണങ്ങൾ ചോദിക്കും. അല്ലേ, യാ ഉമൈർ മാദാ ഫഅല നുഐർ, അന്റെ ചെറിയ കുരുവിക്കുട്ടില്ലേ, അതിപ്പോ എന്താ ചെയ്യാൻ ചോദിക്കാണ് റസൂലുള്ളാഹ്. കുട്ടികളോട് അവരുടേതായിട്ടുള്ള കുശലങ്ങൾ ചോദിക്കുകയാണ്. കുട്ടികൾക്ക് നബിയെ അങ്ങേറ്റത്തെ ഇഷ്ടമായിരുന്നു. കാരണം കുട്ടികളുമായി നബിയുടെ ബന്ധം അങ്ങനെയാണ്. ബദറിന് വെളിയാളമുണ്ടായപ്പോ ഉസാമത്ത് ബിൻ സയ്യിദും കൂട്ടുകാരും കളിക്കുകയാണ്. ശബ്ദകോലാഹലം കേട്ട് കളിസാധനങ്ങളെല്ലാം ഉപേക്ഷിച്ചവർ നബിയുടെ അടുക്കലേക്ക് ഓടി ചെന്നപ്പോഴാണ് മനസ്സിലായത് യുദ്ധത്തിനുള്ള പുറപ്പാടാണ്. ഉസാമത്ത് ബിൻ സയ്യിദ് നബിയുടെ കൂടെയുള്ള വളർത്തുപുത്രന്റെ അല്ലെ, അങ്ങനെയുള്ള പരിചയപ്പെടുത്തപ്പെടുന്നത്. സയ്യിദിന്റെ മകനാണ് ഉസാമ. നബിയുടെ മടിയിൽ വളർന്നതാണ് ഉസാമ. ഉസാമയുടെ മൂക്ക് പിടിച്ചു കൊടുക്കാറുണ്ടായിരുന്നു റസൂലുള്ളാഹ്. ഉസാമയെ മടിയിൽ വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു റസൂലുള്ളാഹ്. ഉസാമക്ക് ഓരോ നല്ല പാഠങ്ങളും പകർന്നു കൊടുത്ത് റസൂലുള്ളയാണ്. ബദർക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോ കുട്ടികളായിരുന്നു. നബിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നബിയെ ഞങ്ങളുണ്ട്, കുറച്ച് കുട്ടികളെ ഞങ്ങളുണ്ട്. റസൂലുള്ളാഹ് പറഞ്ഞു, കുട്ടികൾക്ക് യുദ്ധമില്ല, നിങ്ങൾ തിരിച്ചു പോകണം. അന്ന് കുട്ടികൾ കരഞ്ഞിട്ടാ പോയത്. എന്തേ? നബിന്റെ കൂടെ യുദ്ധത്തിന് പോകാൻ പറ്റിയില്ലല്ലോ, നബിക്ക് നേരെയുള്ള അമ്പുകൾ തടുക്കാൻ ഞങ്ങൾക്കും പറ്റുമല്ലോ, ഞങ്ങളെയും അനുവദിച്ചുകൂടായിരുന്നോ? സങ്കടമായിട്ട് കരഞ്ഞിട്ട് പോയവര്. 2 കൊല്ലത്തിന് ശേഷം ഉഹുദുണ്ടായി. ഉഹുദിന്റെ രണഭൂമിയിലേക്ക് പുറപ്പെടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1000 പടയാളികളെ സജ്ജമാക്കുമ്പോ ഉസാമത്ത് ബിൻ സയ്യിദ് അന്ന് 14 വയസ്സ് മാത്രമാണ് പ്രായം. യുദ്ധത്തിന് പോകാനുള്ള സമയമായിട്ടില്ല. എങ്കിൽ പോലും സ്വഹാബത്തിന്റെ കൂടെ ഇടയിൽ അദ്ദേഹം തന്റെ തള്ളവിരലിൽ ഊന്നി ഉയർന്നു നിന്ന് വലുതായിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നബിയുടെ മുമ്പിൽ നിന്നപ്പോ ഉസാമന്റെ താല്പര്യം കണ്ടിട്ട് നബി അനുവാദം കൊടുത്തു. യുദ്ധത്തിന് പോരുക. എന്തിനാ അറിയിക്ക്? യുദ്ധം ചെയ്യാനുള്ള കൊതിയല്ല, അള്ളാഹുവിന്റെ റസൂലിന് സംരക്ഷണം തീർക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരുന്ന അമ്പുകളെ തടുക്കാൻ, അള്ളാഹുവിന്റെ പ്രവാചകനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുള്ള ശത്രുക്കളുടെ മുന്നിൽ ഒരു മറയായിട്ടെങ്കിലും നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ സേവാക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ പോലും കാണിച്ച ജാഗ്രത അത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ടതാണ്. നബിക്ക് കുട്ടികളോടുള്ള കാരുണ്യവും വാത്സല്യവും സ്നേഹവും കൊണ്ടാണത്. മനസ്സിലായില്ലേ? കുട്ടികളോട് മാത്രമല്ല, ഇണകളോട് നല്ല സ്നേഹമായിരുന്നു, വാത്സല്യമായിരുന്നു. അവർക്ക് ചിലവിന് കൊടുത്തിരുന്നു, രാവിലെയും വൈകുന്നേരം സന്ദർശിച്ചിരുന്നു, അവരുടെ സങ്കടങ്ങൾ അവർ ചേർത്ത് പിടിച്ചിരുന്നു, അവരുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തിരുന്നു. അവർക്ക് വല്ല ബുദ്ധിമുട്ടുകളും ബാധിക്കും അത് നികത്തി കൊടുത്തിരുന്നു. അവർ വൈകാരികമായി പ്രതികരിക്കുമ്പോൾ റസൂലുള്ളാഹി ക്ഷമിച്ചിരുന്നു. അവർക്ക് ആരാധനക്കുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു. വീട് വിട്ടിറങ്ങുമ്പോ ഭാര്യമാരെ ചുംബിച്ചിരുന്നു. നോമ്പാണെങ്കിൽ പോലും വുദു എടുത്തുകൊണ്ട് വീട്ടിൽ
വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ പോലും ഭാര്യമാരെ ചുംബിച്ചിരുന്നു, അവർ കുടിച്ച ഭാഗത്തുനിന്ന് വെള്ളം കുടിച്ചിരുന്നു, അവരോടൊപ്പം കളിച്ചിരുന്നു, അവരെ ചിരിപ്പിച്ചിരുന്നു, അവരോടൊപ്പം കുളിച്ചിരുന്നു, അവരെ ചേർത്ത് പിടിച്ചിരുന്നു, അവരെ സ്നേഹത്തോടെ ഓമന പേരുകൾ വിളിച്ചിരുന്നു. പേരിന്റെ ഒരു കഷ്ണം മുറിച്ചിട്ട് വിളിക്കാനുള്ള സ്നേഹമാണ് അല്ലേ? ആയിഷ എന്നുള്ള ആയിഷു എന്ന് വിളിക്കുന്ന സ്നേഹല്ലേ? ആയിഷ ബീവിയെ റസൂലുള്ളാഹി അങ്ങനെ വിളിച്ചിരുന്നു. എല്ലാ സമയത്തും അവർക്ക് പറയാനുള്ളത് കേട്ടിരുന്നു, അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കിയിരുന്നു, അവരുടെ വെറുപ്പും അവരുടെ സ്നേഹവും മനസ്സിലാക്കിയിരുന്നു. വാത്സല്യമുണ്ട്, സ്നേഹമുണ്ട് എന്ന് പഞ്ചാര വർത്താനം പറയല്ല, അത് പ്രവർത്തനത്തിലൂടെ കാണിച്ചിരുന്നു. ഇണകളെയോ ജോലിക്കാരെയോ ഒരിക്കൽ പോലും റസൂലുള്ളാഹി തല്ലിയിരുന്നില്ല, ഒരിക്കൽ പോലും തല്ലിയിരുന്നില്ല, അവരോട് കോപിച്ചില്ല. അവർക്ക് എല്ലാ ഹലാലായ കാര്യത്തിനും അനുവാദം കൊടുത്തു, അവർക്ക് സന്തോഷകരമായ കാഴ്ചകൾ കാണിച്ചു കൊടുത്തു, അവർക്ക് സന്തോഷകരമായ കാര്യങ്ങൾ കേൾപ്പിച്ചു കൊടുത്തു, അവരുടെ തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തി കൊടുത്തു, അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കി. രോഗവും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോ അവരുടെ കൂടെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കാൻ ചെല്ലുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹക്ക് പിന്നെ മാസമുറയുടെ സമയമാണ്. ആയിഷ ബി നബിനോട് പറയാൻ, നബിയെ എനിക്ക് ഹൈലിന്റെ സമയമാണ്. റസൂലുള്ളാഹി ആയിഷ ബീവിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ആയിഷ ബീവിയെ ചേർത്ത് പിടിക്കുകയാണ്, സ്നേഹം പങ്കുവെക്കുകയാണ്. എപ്പം ഈ ഒരു ഏറ്റവും മാനസിക സമ്മർദ്ദം ഉണ്ടാണ് സമയമാണത്. അതുകൊണ്ട് അവർക്ക് ഭാരിച്ച ചുമതലകളൊന്നും ഇസ്ലാം കൊടുക്കാത്ത അതുകൊണ്ടാണ് അല്ലെ? അവർ ഈ ഒരു സമയത്ത് ഈ ഒരു പിന്നെ സ്റ്റേജിൽ അവർക്ക് ഒരുപാട് ഹോർമോൺ ഡിസോർഡേഴ്സ് ഉണ്ടാകും അല്ലെ, പിന്നെ മൂഡ് ട്വിസ്റ്റ് ഉണ്ടാവും, അങ്ങനെ കുറെ സംഗതികൾ ഉണ്ടാവും. ആ സമയത്ത് റസൂലുള്ള സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ്, അവരുടെ വീട്ടുജോലിയിൽ സഹായിച്ചു കൊടുക്കുകയാണ്, അവരുടെ മുമ്പിൽ ഏറ്റവും വൃത്തിയിലും വെടിപ്പിലും സൗന്ദര്യത്തിലും സുഗന്ധം പൂശിയിട്ടും മുടി ചീകിയിട്ടും ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. സൗമ്യമായ പെരുമാറ്റം അവിടുന്ന് കാഴ്ചവെക്കുകയാണ്, അവരുമായി മത്സരം നടത്തുകയാണ്. ഇങ്ങനെ എല്ലാ നിലക്കും റസൂലുള്ളാഹി തന്റെ ഭാര്യമാരോട് നല്ലൊരു ഭർത്താവ് അല്ലേ? മക്കളെ ചേർത്ത് പിടിക്കുന്നു, വാത്സല്യം പ്രകടിപ്പിക്കുന്നു, അവർക്ക് ദീന് പകർന്നു കൊടുക്കുന്നു, അവർക്ക് നല്ല ഇണകളെ കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു, അവരെ ആരാധനക്ക് വിളിച്ചുണർത്തുന്നു. അവർ വലുതായതിനു ശേഷവും വാത്സല്യത്തോടെ അവരോട് പെരുമാറുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സ്നേഹം പ്രത്യേകമായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പേരക്കുട്ടികളോടുള്ള സ്നേഹം, സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ള മക്കളോടുള്ള സ്നേഹം, അതുപോലെ തന്നെ യതീം കുട്ടികളോടുള്ള സ്നേഹം. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ ഭാര്യയ്ക്ക് വിഷമം. റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വിഷമം? അവിടുന്ന് പറഞ്ഞു, റസൂലേ, എന്റെ മക്കളെ ഞാൻ എങ്ങനെ പോറ്റുമെന്ന് ഓർത്തിട്ട് എനിക്ക് വിഷമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് സംരക്ഷകനായിട്ട് ഞാനുണ്ട് ഇവിടെ. മനസ്സിലായില്ലേ? ഹിറാ ഗുഹയിന്ന് പേടിച്ച് വരച്ചു വരുമ്പോ ഖദീജ ബി പറഞ്ഞില്ലേ, ലാ യുഹ്സികല്ലാഹു അബദാ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു നിങ്ങളെ ഒരിക്കലും വിഷമിപ്പിക്കുകയില്ല. കാരണം അങ്ങ് അഗതികൾക്കും അനാഥകൾക്കും വിധവകൾക്കും പാവപ്പെട്ടവർക്കും മത്താണിയാണ്, ബുദ്ധിമുട്ടുന്നവരുടെ കൂടെയാണ് താങ്കൾ, മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരാണ് താങ്കൾ. അങ്ങനെ എല്ലാവരോടും മാന്യമായി സ്നേഹത്തോടെ ആദരവോടെ ബഹുമാനത്തോടെ കരുണയോടെ വാത്സല്യത്തോടെ പെരുമാറിയ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ റഅയ്തു അഹദൻ കാന അർഹമു ബിൽ ഇയാലി മിൻ റസൂലില്ലാഹ്. കുടുംബത്തോട്, ഉറ്റവരോട്, രക്തബന്ധുക്കളോട് ഇത്രയധികം സ്നേഹമുള്ള കാരുണ്യമുള്ള ഒരാളെയും ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്. കുടുംബത്തില് എല്ലാ കുടുംബത്തിലൂടെയും പോവുക, ആ രക്തബന്ധം നിലനിർത്തുക, എല്ലാവരോടും മാന്യമായി പെരുമാറുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിക്കുന്ന അയൽവാസികളോട് പോലും മാന്യമായി പെരുമാറി, വൃദ്ധന്മാരോടും വൃദ്ധകളോട് പോലും മാന്യമായി പെരുമാറി, യതീമുകളോട്, ഫഖീറുകളോട്, ബലഹീനരോട് യതീം മക്കളുടെ തലയിലൂടെ നീ തടവണം, എന്നാൽ നിന്റെ ഹൃദയത്തിന് വിശാലത കിട്ടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം അടിമകളോട്, ജോലിക്കാരോട്, ഇവരോടൊക്കെ മാന്യമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറി. അനുയായികളോട് മാന്യമായി പെരുമാറി, ശത്രുക്കളോട് മാന്യമായി പെരുമാറി. വിവരം കുറഞ്ഞ ആളുകളോട്, പള്ളിയിൽ ആറാബി മൂത്രയിച്ച കഥ നിങ്ങൾക്ക് അറിയില്ലേ?
പള്ളിയിൽ ആറാബി മൂത്രമൊഴിച്ചപ്പോ സ്വഹാബത്തൊക്കെ അയാളെ പേടിപ്പിച്ച് അയാളാകെ ബേജാറായി പോയി. റസൂൽ പറഞ്ഞു അയാൾ മൂത്രമൊഴിക്കട്ടെ. ഫുള്ള് ഒഴിച്ചു കഴിഞ്ഞപ്പോ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടൊന്ന് ഒഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് പള്ളിയാണ്, ഇവിടെ ദിക്റും ദുആയും പ്രാർത്ഥനയൊക്കെ നടക്കേണ്ട സ്ഥലമാണ്, ഇവിടെ ഒരിക്കലും മലീമസമാക്കപ്പെടാൻ പാടില്ല. ഈ ഉപദേശം കേട്ടപ്പോ അദ്ദേഹം പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ റഹംനി വ മുഹമ്മദൻ വലാ തർഹം മഅനാ അഹദാ. അല്ലാഹുവേ, എനിക്കും മുഹമ്മദിനും നീ കരുണ ചെയ്യണേ, ഈ കൂടി നിൽക്കണ ആർക്കും വേണ്ട. ആരെ? അദ്ദേഹത്തെ പേടിപ്പിച്ച സ്വഹാബത്തിന് ആർക്കും വേണ്ട, എനിക്കും മുഹമ്മദിനും മാത്രം. റസൂൽ പറഞ്ഞു, വിശാലമായി കരുണ ചൊരിയുന്ന പടച്ചവന്റെ കാരുണ്യം നീ ചുരുക്കി കെട്ടിയല്ലോ. നോക്ക് നിങ്ങൾ, പള്ളി മൂത്രമൊഴിച്ചവന് പോലും നബിനോട് സ്നേഹം. നബിന്റെ റിയാക്ഷൻ അങ്ങനെയായിരുന്നു. നിസ്കാരത്തിൽ തുമ്മിയിട്ട് യർഹംകല്ലാ എന്ന് പറഞ്ഞ സ്വഹാബി ആളുകളെല്ലാം അവരുടെ വസ്ത്രത്തിൽ ഒച്ചയും ബഹളവും ഉണ്ടാക്കി. അദ്ദേഹം ആകെ പേടിച്ച് വിറച്ചു. നിസ്കാരം കഴിഞ്ഞ നബി എന്താ പറയാ, ഇതാലോചിച്ചിട്ട് അദ്ദേഹത്തിന് ആകെ ടെൻഷനായി. സലാം വീട്ടി നിസ്കാരം കഴിഞ്ഞ് റസൂൽ തന്നെ നോക്കി, നബി ഒന്നും പറയണില്ല. നബി എന്നെ ശകാരിച്ചില്ല, മറിച്ച് റസൂലുള്ള പറഞ്ഞു, നമസ്കാരം അല്ലാഹുമായുള്ള സംഭാഷണമാണ്, അതിൽ പടപ്പുകളുടെ സംസാരം കടന്നുകൂടരുത് കേട്ടോ. അദ്ദേഹം പറയാണ്, നബിയെ പോലെ നല്ലൊരു അധ്യാപകനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഏത് രംഗത്താണ് സുഹൃത്തുക്കൾ ആവശ്യമുള്ളത്? ഏത് രംഗത്ത് ആവശ്യമുള്ളത്? എല്ലായിടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണവും പെരുമാറ്റവും നമുക്ക് മാതൃകയാണ്. എല്ലാ വിഷയത്തിലും ബന്ധികളായി പിടിക്കപ്പെട്ട ആൾക്കാര് ഓരൊക്കെ മദീന പള്ളിന്റെ നടുവിലത്തെ തൂണ് കൊണ്ടുവന്ന് കെട്ടിയിടുക ചെയ്യാം. എന്നിട്ട് യഥേഷ്ടം പാലും ഈത്തപ്പഴവും കൊടുത്ത് തിന്ന് തടിച്ചു കൊഴുത്തിട്ടാണ് ഓരൊക്കെ പോവുക. ബന്ധികളോട് പോലും, അഗതികളോട്, അടിമകളോട്, അനാഥകളോട് എല്ലാവരോടും മാന്യമായി പ്രതികരിക്കാൻ പഠിപ്പിച്ച റസൂലുള്ള ഏറ്റവും നല്ല അജ്വദായിരുന്നു. ഒരാള് പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാടിനെ 2 ആടിനേറ്റ് കൊടുക്കാണ്ടായിരുന്നു. അദ്ദേഹം അത് തിരിച്ചു വാങ്ങാൻ വേണ്ടി വന്നു. റസൂൽ ഒരു 2 മലകൾക്കിടയിൽ നിറയെ ഉരുക്കലുണ്ടായിരുന്നു. അക്കട് കൊണ്ടേക്കോളിയായിരുന്നു മൂപ്പരോട്. ഫറജഅ ഇലാ ഖൗമിഹി, അദ്ദേഹം തന്റെ ജനതയിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി അസ്ലിമൂ, ജനങ്ങളെ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കൂ. ഫഇന്ന മുഹമ്മദൻ യുഅതി അതാഅൻ ലാ യഖ്ശൽ ഫാഖ, ദാരിദ്ര്യം ഭയക്കാതെ യഥേഷ്ടം കൊടുക്കുന്നവനായ പ്രവാചകനാണ് മുഹമ്മദ് നബി. നബിന്റെ അടുത്ത് നിന്ന് കിട്ടിയാൽ പിന്നെ ആക്ക് ചോദിക്കേണ്ടി വരില്ല. അത്രയും ധന്യനായി ആള് മാറുന്ന, അത്രയും ജൂതുള്ള വ്യക്തിയാണ് നബി, അത്രയും കറമുള്ള വ്യക്തിയാണ് നബി, അത്രയും അടിമകളോട് സ്നേഹമുള്ള വ്യക്തിയാണ് നബി. ദുനിയാവിനോട് വിരക്തിയായിരുന്നു. ഈത്തപ്പനയുടെ ഓലയിൽ കിടന്ന ശരീരം പാട് വീണപ്പോ ഉമർ ഇബ്നു ഖത്താബ് കരഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അമാ തർദാ അൻ തകൂന ലഹുമുദ് ദുനിയാ വലനൽ ആഖിറ. കിസ്റയും കൈസറും അടക്കി ഭരിക്കുന്ന രാജാക്കന്മാര് സുന്ദരമായ കൊട്ടാരത്തിൽ കഴിയുമ്പോൾ നബി നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ പറ്റില്ല പറഞ്ഞപ്പോ റസൂൽ പറയാം, ഇത് ദുനിയാവല്ലേ ഉമറേ, ഇത് ദുനിയാവല്ലേ, മരിച്ചു എന്നാൽ നമുക്ക് സ്വർഗം കിട്ടാനില്ലേ, അത് മതി എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഉമർ ഇബ്നു ഖത്താബിനോട് പറയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ മാന്യമായി പ്രതികരിച്ചു. എന്തെങ്കിലും അമാനത്ത് ഏറ്റെടുത്തത് ഭംഗിയായി നിർവഹിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് എല്ലാ തരത്തിലുമുള്ള ഇടപാടുകളിലും ആളുകൾ ചേർന്നിരുന്നു. അവരൊക്കെ ഇടപാട് കഴിഞ്ഞ് പോകുമ്പോൾ പറയും, എത്ര നല്ല പങ്കാളിയാണ് താങ്കൾ. ബിസിനസ്സിലൊക്കെ പാർട്ട്ണർഷിപ്പ് ചേർക്കൂലേ? നബിന്റെ പാർട്ട്നേഴ്സ് പറയാണ്, എത്ര നല്ല പങ്കാളിയാണ് താങ്കൾ. അത്രയും നല്ല മാതൃക കാണിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാറ്റിലും മാതൃകയാണ്. മനസ്സിലായില്ലേ? അദ്ദേഹം അവിടുന്ന് ആദ്യത്തെ സമയത്ത് രാത്രിയുടെ ആദ്യ ഭാഗം ഉറങ്ങും, അവസാന ഭാഗം എണീറ്റ് നിസ്കരിക്കും, വലത് ചെരിഞ്ഞ് കിടക്കും, അള്ളാഹുവിനെ ദിക്റെടുക്കും. ഭക്ഷണം കഴിക്കുന്നതിൽ മാതൃക, പാകമായ ഭക്ഷണം കഴിക്കുക, ഹലാലും തൊയ്യുമായത് കഴിക്കുക, പടച്ചിറപ്പിനെ സ്തുതിക്കുക, സ്മരിക്കുക, നന്ദിയുടെ വാക്കുകൾ പറയാ. ഇങ്ങനെ എല്ലാ രംഗത്തും, ഉറക്കത്തിലും ഉണർച്ചയിലും ജീവിതത്തിന്റെ ഓരോ രംഗത്തും റസൂലുള്ളാഹി മാതൃകയാണ്. നബി സംസാരിക്കുന്നത് വ്യക്തമാണ്, ക്ലിയർ കട്ട് ക്ലാരിറ്റിയാണ്. നബിയുടെ വാക്കുകൾ എണ്ണി എടുക്കാമായിരുന്നു. എന്നാൽ പറ്റ സ്ലോ അല്ല, എന്നാൽ ഭയങ്കര സ്പീഡും അല്ല. സംസാരിക്കുന്നത് വളരെ കൃത്യവും ക്ലാരിറ്റിയുമുള്ള സംസാരമായിരുന്നു.
ആവശ്യമില്ലാതെ റസൂലുള്ള സംസാരിക്കൂല. ഇമ്പോർട്ടന്റ് ആയ ഭാഗങ്ങൾ 3 തവണ പറയുമായിരുന്നു. കാന തവീല സുകൂതി, ധാരാളം സമയം സംസാരിക്കാതിരിക്കലാണ് ചെയ്യല്. വല യതകല്ലം ഫി ശൈഇൻ ഫി ഗൈരി ഹാജ്ജ, ആവശ്യമില്ലാത്തടത്തൊക്കെ പോയിട്ട് തലടുക. ആ സ്വഭാവം നബിക്കില്ല. ആവശ്യമുള്ളിടത്ത് മാത്രം, ആവശ്യമുള്ള അളവിൽ മാത്രം സംസാരിക്കും. വല യതകല്ലമു ഇല്ലാ ഫീമാ യർജു സവാബഹു, അള്ളാന്റെ കൂലി കിട്ടുമെന്നുറപ്പുള്ള കാര്യത്തിൽ മാത്രമേ റസൂലുള്ള സംസാരിക്കാറുള്ളൂ. വഇദാ കരിഹ ശൈഅൻ, ഒരു കാര്യം നബിക്ക് വെറുപ്പാണെങ്കിൽ അതും പറയാ, ഇഷ്ടാണെങ്കിൽ അതും പറയാ. പറച്ചിൽ തന്നെ അങ്ങനെ പറഞ്ഞോണ്ടേ നിൽക്കുക അല്ല, സംസാരം വളരെ കുറവാണ്. പിന്നെയോ നബിക്ക് വല്ല വെറുപ്പുണ്ടായാല് നബിന്റെ മുഖത്തുനിന്നത് കാണും. ഭക്ഷണത്തെ കുറ്റം പറയാറുണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെട്ടാൽ കഴിക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നബി കഴിക്കൂല. മനസ്സിലായില്ലേ? എല്ലാത്തിലും ഒരു മുഅ്തദിലായ മുതവസ്സിത്തായ സമീപനമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. റസൂലുള്ള ചിരിക്കുമായിരുന്നു, പക്ഷെ അണ്ണാക്ക് കാണിച്ച് ചിരിക്കാറുണ്ടായിരുന്നില്ല. പുഞ്ചിരിക്കും, അതുപോലെ തന്നെ അണപ്പല്ല് കാണിച്ച് ചിരിക്കും. റസൂലിന്റെ കരച്ചിൽ അട്ടഹസിച്ചുള്ള കരച്ചിലില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരച്ചിൽ ഉള്ളിൽ നിന്നുള്ളൊരു ഏങ്ങലാണ്. കണ്ണുകൾ നിറയുമായിരുന്നു, കണ്ണുകൾ നിറഞ്ഞൊഴുകുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്തിനോടുള്ള കാരുണ്യം കൊണ്ട് കരഞ്ഞിട്ടുണ്ട്, ഉമ്മത്തിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ടുണ്ട്, അവരോടുള്ള സ്നേഹം കൊണ്ട് കരഞ്ഞിട്ടുണ്ട്, അള്ളാനെ പേടിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട്, ഖുർആൻ കേട്ട് കരഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വങ്ങൾ മനസ്സിലാക്കി കരഞ്ഞിട്ടുണ്ട്. പല ഭയമുള്ള ഘട്ടങ്ങളിലും റസൂലുള്ള കരഞ്ഞിട്ടുണ്ട്. സ്വന്തം ആൺമക്കൾ മരിച്ചു പോയപ്പോ റസൂലുള്ള കരഞ്ഞിട്ടുണ്ട്. ചില സ്വഹാബത്ത് മരിച്ചപ്പോ നബിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. നബിന്റെ കരച്ചിൽ, നബിന്റെ ചിരി, നബിന്റെ സംസാരം, നബിന്റെ സൈലൻസ്, ഇതിലൊക്കെ നമുക്ക് മാതൃകയാണ്. അവിടുത്തെ ഖുത്ബ പാകമായിരുന്നു. യഖ്റഉൽ ഖുർആൻ വയദക്കിറുൻ നാസ്, ഖുർആൻ ഓതും, ജനങ്ങളെ ഉപദേശിക്കും, ആളുകൾക്ക് അത് മനസ്സിലാകും, ആളുകൾ കരയും, ആളുകൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും, ആളുകൾ അത് അനുകരിക്കും. ആൾക്കാർക്ക് തിരിയാത്ത ഭാഷയിൽ എന്തെങ്കിലും പറഞ്ഞു പോവല്ല, തിരിയുന്ന ഭാഷയിൽ തദ്കിറത്തായിരുന്നു, വഅദായിരുന്നു. ഖുർആൻ ഓതും, എന്നിട്ട് ഉപദേശിക്കും. പിന്നിൽ കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ, കുട്ടികൾ കരയുമ്പോൾ റസൂലുള്ള നിസ്കാരം ചുരുക്കും. കുട്ടികളുള്ള കാരുണ്യം കൊണ്ട്, മാതാക്കളോടുള്ള വാത്സല്യം കൊണ്ട് ആർക്കൊരു പ്രയാസവും ഉണ്ടാകരുത്. നിസ്കരിക്കുന്നവർക്ക് ശബ്ദകോലാഹലങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. വഴിയിൽ ആരും തടസ്സങ്ങൾ സൃഷ്ടിക്കരുത്. ഒരു തരത്തിലും ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടെയുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യത്തിൽ ആരെല്ലാം ഒഴുകിയിട്ടുണ്ടോ അവർക്കെല്ലാം ഏറ്റവും നല്ല നിലക്കുള്ള അനുഭവങ്ങളാണ്. കടം കൊടുത്ത സമയത്തിന് തിരിച്ചു കൊടുക്കുമ്പോ പ്രാർത്ഥിക്കും, ബാറക്കല്ലാഹു ലക ഫീ അഹ്ലിക വ മാലിക്, അല്ലാഹു താങ്കളുടെ സമ്പത്തിൽ, താങ്കളുടെ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി റസൂലുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രോഗികളെ സന്ദർശിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മരണ വീട്ടിൽ കൂടെ കയറി ചെല്ലും, അവരെ സമാശ്വസിപ്പിക്കും. കുട്ടി മരിച്ച സ്വഹാബിയുടെ വീട്ടിൽ കയറി ചെന്നു റസൂലുള്ള. എന്നിട്ട് ചോദിച്ചു, ഈ കുട്ടി ദുനിയാവിൽ നിന്റെ കൂടെ ഉണ്ടാവലാണോ, അല്ല മരണത്തിന് ശേഷം പരലോകത്ത് സ്വർഗത്തിന്റെ മുന്നിൽ നിന്നെ ഈ കുട്ടി കാത്തിരിക്കുന്നതാണോ നിനക്ക് സന്തോഷം? സ്വർഗത്തിന് മുമ്പിൽ കുട്ടീനെ കാത്തിരിക്കണം, അതാണ് എനിക്ക് സന്തോഷം. എങ്കിൽ ഈ കുട്ടി നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ മുന്നിൽ നിന്നെ കാത്തിരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. വിഷമിക്കുന്ന ആളുകളുടെ വിഷമങ്ങളിൽ റസൂലുള്ള ആശ്വാസം പകർന്നു. ഒരു സമയത്ത് പോലും റസൂലുള്ള ഭീതി പടർത്തിയിട്ടില്ല. ഭീതി, ഞങ്ങൾ അങ്ങനെയോ ഇങ്ങനെയോ, മുസ്ലിങ്ങളുടെ അവസ്ഥ ഭയങ്കര പ്രശ്നമാണ്, അതാണ് ഇതാണ്, അങ്ങനെ പേടിപ്പിക്കല്ല റസൂലുള്ള ചെയ്തത്. ഹിജ്റക്ക് പോകുമ്പോൾ പോലും പ്രതീക്ഷ കൊടുത്തു, ബദറിലേക്ക് പോകുമ്പോൾ പ്രതീക്ഷ കൊടുത്തു. ഓരോ ഘട്ടത്തിലും പ്രത്യാശയും പ്രതീക്ഷയുമാണ് സഹാബത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് എല്ലാ നന്മകളിലും മാതൃകയായി വലതിനെ മുന്തിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ രംഗത്തും വലതിനെ മുന്തിച്ചു അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല വൃത്തിയിലും വെടിപ്പിലും ഭംഗിയിലും ജീവിച്ചു. കടമകളും കടപ്പാടുകളും കൃത്യമായി നിർവഹിച്ചു. സമയത്തിന്റെ സിംഹഭാഗവും ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കാനും, ജനങ്ങളെ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്താനും, ജനങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കാനും വേണ്ടി അഹോരാത്രം പണിപ്പെട്ടു. തന്നെ കല്ലെറിഞ്ഞോടിച്ച ത്വായിഫുകാർക്ക് വേണ്ടി പ്രവാചകൻ മനമുരുകി തേടി, അല്ലാഹുവേ, ഈ മനുഷ്യന്മാരുടെ മുതുകിൽ നിന്ന് നിന്നെ ആരാധിക്കുന്നവരെ നീ ഉണ്ടാക്കണമെന്നാണ് പടച്ചോനെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നീ അവരെ നശിപ്പിക്കല്ലേ.
അത്രയും അധികം സ്നേഹവും വാത്സല്യവും കാരുണ്യവും ഇടപെട്ട മേഖലയിലെല്ലാം മാതൃക കാണിച്ച റസൂലുള്ള, നീതിമാനായ റസൂലുള്ള, ഒരു ഗോത്രത്തിന്റെ തലവൻ അല്ലെ. ഒരു പെണ്ണ് അവൾ മോഷ്ടിച്ചപ്പോ സ്വഹാബത്തിൽപ്പെട്ട ചില ആളുകൾ ശുപാർശ പറയാൻ വേണ്ടി വന്നു. റസൂലുള്ള പറഞ്ഞു, എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ ഫാത്തിമയുടെ കയ്യും ഞാൻ മുറിക്കും. നീതി നടപ്പിലാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് മുൻകടന്നു പോയ നമ്മുടെ മാതൃകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചരിത്രം പഠിക്കുക, അള്ളാഹുവിന്റെ റസൂല് വിശ്വസിക്കുക, പ്രവാചകന്റെ കൽപ്പന അനുസരിക്കുക, പ്രവാചകൻ വിലക്കിയത് മാറ്റിവെക്കുക, പ്രവാചകനെ സ്നേഹിക്കുക, പ്രവാചക വിമർശകന്മാരിൽ നിന്ന് നബിയെ സംരക്ഷിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ നിർവഹിച്ച പ്രബോധന പ്രവർത്തനത്തിന്റെ മുന്നിൽ നമ്മളെല്ലാവരും സജീവമായിരിക്കുക. അൽഹംദുലില്ലാഹ്, നമുക്കിവിടെ ഒരു പള്ളിയും സ്ഥാപനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി എന്താ ഇവിടെ വന്ന് നിസ്കരിച്ചിങ്ങനെ പോയാൽ മതി എന്നാണോ? അല്ല, നമ്മുടെ ഭാവി തലമുറ നമ്മുടെ മുന്നിൽ അജണ്ടയാണ്. അവർക്ക് ദീന് പഠിക്കാനുള്ള അവസരം വേണം. നമ്മുടെ പള്ളിയുടെ താഴ്ഭാഗത്താണ് ഇപ്പോൾ മദ്രസയുള്ളത്. നിരവധി കുട്ടികൾ ഇനിയും നമ്മുടെ മദ്രസയിൽ അഡ്മിഷന് കാത്തിരിക്കുകയാണ്. പുതിയ ബഹജ സംവിധാനങ്ങൾ തുടങ്ങിയിട്ട് 2 കൊല്ലമായി. ഈ പ്രദേശത്ത് നന്മയുടെ വിളക്കുമാടമായി ഈ മഹാസൗധം ഉയർന്നു നിൽക്കുമ്പോൾ ഇതിന്റെ ശാഖോപശാഖകൾ വരേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ നമ്മുടെ കമ്മിറ്റി 29 സെന്റ് സ്ഥലം എടുത്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. 70 ലക്ഷം രൂപയാണ് അതിനാവശ്യമായിട്ടുള്ളത്. 32 ലക്ഷം രൂപയാണ് പിരിച്ചെടുത്തത്. ബാക്കി 38 ലക്ഷം രൂപ ബാധ്യതയാണ്. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഞാൻ ഇത്രയും വലിയ സംഖ്യ ഒന്നിനും ചെലവഴിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റിയ ഒരു സംഖ്യ നമ്മളെല്ലാവരും ഇതിന് കൊടുക്കണം. ഗഡുക്കളായി അടച്ചു കൊടുത്താലും മതി. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീട് വെച്ചു, വാഹനം വാങ്ങി, ഇതൊക്കെ നമ്മൾ വലിയ പൈസക്കാരായിട്ട് ചെയ്താണോ? അല്ലല്ലോ. നമ്മൾ നല്ലൊരു നിയ്യത്തോടുകൂടെ ഈ സ്ഥാപനം, നമ്മുടെ മക്കൾ ദീന് പഠിച്ച്, ഹിഫ്ള് പഠിച്ച്, ഇൽമ് പഠിച്ച് ഈ സ്ഥാപനത്തിൽ നിന്ന് വളർന്നു വലുതായി ഈ നാടിന്റെ വിളക്കുമാടങ്ങളായി ദിശ കാണിക്കുന്ന ഗൈഡുകളായിട്ട് മാറുമ്പോൾ നമുക്ക് ഖബറിൽ സ്വസ്ഥമായിട്ട് കിടക്കാം. ഈ സ്ഥാപനം നിലനിൽക്കുന്ന കാലം അത്രയും നമ്മുടെ ഖബറിലേക്കുള്ള ജാരിയായ സ്വതക്കയാണ്. സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള മതസ്ഥാപനങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് 1 സെന്റിന് 2.5 ലക്ഷം രൂപയാണ്. നമ്മുടെ കുടുംബത്തിന്റെ വക 1 സെന്റെങ്കിലും എൻ്റെ ഫാമിലിക്ക് 1 സെന്റ് സ്ഥലം അതിൽ നിന്ന് വേണമെന്ന് നമുക്ക് പറയാൻ സാധിക്കണം. എൻ്റെ കുടുംബത്തിന്റെ ഒരു വക 1 സെന്റ് സ്ഥലം. അങ്ങനെ നമ്മൾ ഇരിക്കുന്ന ആൾക്കാർ ഓരോ സെന്റ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇത് പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ. പടച്ചറബിന്റെ മാർഗത്തിൽ നല്ല നീയത്തോടെ നമ്മൾ തീരുമാനിച്ചാൽ അള്ളാഹു നമുക്ക് അതിനുള്ള ഡോറുകൾ തുറന്നു തരും ഇൻഷാ അള്ളാഹ്. കുറച്ച് എക്സ്ട്രാ വർക്ക് നമ്മൾ എടുത്താലും കുഴപ്പമില്ല. എൻ്റെ നാട്ടിൽ എടവണ്ണയിൽ പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്ഥലമെടുത്തു. 28 സെന്റ് സ്ഥലത്തിന് ഏതാണ്ട് 1 കോടി അടുത്ത് രൂപ വന്നപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ 3 ലക്ഷം രൂപയാണ് എഴുതിയത്. നമ്മൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ജീവിച്ചു? അപ്പൊ മൂപ്പര് പറഞ്ഞ തരോ, ഞാൻ ഇന്ന് മുതൽ നൈറ്റും ഓടും. അങ്ങനെ അദ്ദേഹം ഓവർ ടൈം ഓടിയിട്ടാണ് ആ 3 ലക്ഷം. അയാളെക്കാളും പൈസ ഉള്ള ആൾക്കാർ പോലും ഇന്നും ഓഫർ അടച്ചിട്ടില്ല. പക്ഷെ അയാള് സമയത്തിന് ആ പൈസ അടച്ചു തീർത്തു. കാരണം എന്താ പറയുക, പള്ളിക്ക്, മദ്രസക്ക്, മതസ്ഥാപനത്തിന് അതിൽ നമ്മുടെ പണം കയറുക എന്ന് പറഞ്ഞാല് അത്ര ബെനിഫിറ്റ് ഉള്ള വേറെ പരിപാടിയില്ല. അതുകൊണ്ട് ഈ അവസരം ഇത് കയ്യോളെ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആലോചിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ അവസരം നമ്മളെല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തുക. നാളെയുടെ തലമുറയെ നന്നാക്കിയെടുക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ് ഇന്നത്തെ കാലത്ത്. ആ ടാസ്ക് നമ്മൾ ഏറ്റെടുക്കുകയാണ്. നമ്മുടെ മുൻഗാമികൾ ഉണ്ടാക്കിയ മദ്രസ പഠിച്ച ആൾക്കാരാ അല്ലെ? അന്ന് ഒരു കഷ്ടപ്പെട്ടുണ്ടാക്കിയ മദ്രസയിലാണ് നമ്മളൊക്കെ പഠിച്ചത്. ഇനി നമ്മളെ മക്കൾക്കും നമ്മുടെ മക്കളെ മക്കൾക്കും പഠിക്കാനുള്ള സ്ഥാപനം നമ്മൾ ഉണ്ടാക്കണം. സമൂഹത്തിന്റെ ചുമതലകൾ സ്വന്തം തലയിലേക്ക് എടുത്തു വെച്ച് ടെൻഷൻ അടിച്ച് അതിന്റെ പിന്നിൽ ഓടുമ്പോ സുഹൃത്തുക്കളെ, അള്ളാഹു വിളിച്ചു പറയും, നിന്റെ നടത്തം നന്നായിരിക്കുന്നു, നിന്റെ പരിശ്രമങ്ങൾ നന്നായിരിക്കുന്നു. മനസ്സിലായി? ഇത് നമുക്ക് വലിയൊരു ആസാറായിട്ട് ഇവിടെ ഉണ്ടായി. അതുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക. നമുക്കൊരുപാട് കണക്ഷൻസ് ഉണ്ടാവും, ഫാമിലി റിലേറ്റീവ്സ് ഉണ്ടാവും, വലിയ വലിയ ബിസിനസ്സുകാരുണ്ടാവും, പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഓർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഒരു വോയിസും അതിൻ്റെ കൂടെ ഒരു വോയിസ് നോട്ടും കൊടുക്കുക. വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണ്, സ്ഥാപനമാണ്. ഒരുപാട് നല്ല സംഘാടകരൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് കൊടുത്താൽ നിങ്ങൾക്ക് നഷ്ടാവൂല എന്ന നിലക്ക് അവർ തരാൻ കണ്ടിട്ടുള്ള ഒരു വോയിസും അവർക്ക് നിങ്ങളുടെ വക ഇട്ട് കൊടുത്താൽ നമ്മളെ വക ഒരു എമൗണ്ടും പിന്നെ നമ്മുടെ കെയർ ഓഫിൽ ഒരുപാട് സംഖ്യയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. യുദ്ധമുണ്ട്, ഒരുപാട് സാമ്പത്തിക ക്രൈസിസ് ഉണ്ട്. ഇതൊന്നും ഇതിനെ ബാധിക്കൂല. മനസ്സിലായില്ലേ? അള്ളാന്റെ സ്ഥാപനങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി പടച്ചോൻ ചില സ്ഥലത്ത് സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ
ആ ട്രഷർ നമ്മൾ ഹണ്ട് ചെയ്യണം. മനസ്സിലായി? ആ ട്രഷർ ഹണ്ട് നിങ്ങളെ ഏൽപ്പിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മുടെ കുട്ടികൾക്ക് ഗേൾസിനുള്ള കോൺഫറൻസ് വരുന്നുണ്ട്. ഈ മാസം 27-ാം തീയതി മുണ്ടയാട് പ്രദേശത്താണ്, ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. ഫുൾ ഡേ കോൺഫറൻസ് ആണ്. ഒരുപാട് നല്ല പ്രഭാഷകരും പണ്ഡിതരും അണിചേരുന്ന ആ ഒരു കോൺഫറൻസിലേക്ക് നമ്മുടെ മുഴുവൻ പെൺകുട്ടികളെയും 27-ാം തീയതി രാവിലെ തന്നെ അവിടേക്ക് എത്തിക്കണം. വാഹനം ഉണ്ട്, സൗകര്യമുണ്ട്. അപ്പോൾ സംഘാടകരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മജ്ലിസ് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു ദൂരീകരിച്ച് തരുമാറാവട്ടെ. കൂടുതൽ ഇൽമും ഈമാനും തഖ്വയും അള്ളാഹു നമുക്ക് ഏറ്റി നൽകട്ടെ. നമ്മുടെ നല്ല മുറാദുകളെ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാവുൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ രാജ്യത്ത് ജനാധിപത്യവും സ്വാതന്ത്ര്യവും മതേതരത്വവും നിലനിർത്തുമാറാവട്ടെ. ഇതിനെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു രാജ്യത്തിന്റെ അധികാരം തിരിച്ചു നൽകുമാറാവട്ടെ. ലോകത്തുടനീളം കഷ്ടപ്പെടുന്ന ഫലസ്തീനികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അള്ളാഹു സ്വാതന്ത്ര്യവും സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നൽകുമാറാവട്ടെ. മനുഷ്യനെ കൊല്ലാകൊല ചെയ്യുന്ന ഇസ്രയേലും അമേരിക്കയും ഉൾപ്പെടെ അവർക്കൊത്താശ ചെയ്യുന്ന വൻകിട ശക്തികൾക്ക് എല്ലാവർക്കും അവർ ചെയ്ത ക്രൂരതയ്ക്ക് അർഹമായ തിരിച്ചടി അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലവരായി ജീവിച്ച് നല്ലവരായി സ്വർഗ്ഗക്കാരായി അവൻ ഇഷ്ടപ്പെട്ടവരായി മരിച്ചു പിരിയാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും.